Okay, mute ചെയ്തോളൂ. So types of patient care. Mainly two types of patient care ആണുള്ളത്, direct care and indirect care. Okay, direct care and indirect care. Direct care എന്താണെന്ന് നോക്കിക്കോളൂ. Care given by nursing staff while working in the presence patient and related to the patient physical and psychological requirements. Direct care consists of feeding, treatment, mobility, and medication. And the more dependent the patient is on the nurse to conduct related activity, the more hours of nursing care is required for the patient. Direct care എന്താ പറയുന്നത്, ഒരു പേഷ്യന്റിന് ആവശ്യമായ എല്ലാ കാര്യങ്ങളും ഒരു നേഴ്സ് തന്നെ ചെയ്തു കൊടുക്കുന്നതിനെയാണ് ഡയറക്റ്റ് കെയർ എന്ന് പറയുന്നത്. അതായത് അയാളുടെ ഫിസിക്കൽ ആണെങ്കിലും സൈക്കോളജിക്കൽ റിക്വയർമെന്റ്സ് എല്ലാം ചെയ്തു കൊടുക്കുന്നത് ആരായിരിക്കും? ഒരു നേഴ്സ് ആയിരിക്കും. എന്തൊക്കെയായിരിക്കും അത്? ഫിസിക്കൽ റിക്വയർമെന്റ്സ് എന്ന് പറയുമ്പോൾ അയാൾക്ക് എന്താണ്, ആ പേഷ്യന്റിന് എന്താണ് ട്രീറ്റ്മെന്റ് ചെയ്യുക, അതേപോലെ മൂവ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക, മെഡിസിൻസ് നൽകുക, അത്തരത്തിലുള്ള ഫിസിക്കൽ റിക്വയർമെന്റ്സുകൾ ചെയ്തു കൊടുക്കുക. അതേപോലെ സൈക്കോളജിക്കൽ റിക്വയർമെന്റ്സ്, ഒരു അസുഖം വന്നിരിക്കുമ്പോൾ ഒരു പേഷ്യന്റ് മെന്റലി എങ്ങനെയായിരിക്കും? ഡൗൺ ആയിരിക്കും. സോ അതിനാവശ്യമായ ഇമോഷണൽ സപ്പോർട്ട് നൽകുക. സോ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത് ഒരു നേഴ്സാണ്. ഇതിനെയാണ് ഡയറക്റ്റ് കെയർ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഒരു പേഷ്യന്റിന് ആവശ്യമായ എല്ലാ കെയറും ഒരു നേഴ്സ് എന്താണ് ഡയറക്റ്റ് ചെയ്ത് കൊടുക്കുന്നതിനെയാണ് ഡയറക്റ്റ് കെയർ എന്ന് പറയുന്നത്. ഫീഡിംഗ്, ട്രീറ്റ്മെന്റ്, മൊബിലിറ്റി ആൻഡ് മെഡിക്കേഷൻസ്. ഓക്കെ, ക്ലിയർ ആണോ? ഇത് ഡയറക്റ്റ് കെയർ. ഓക്കെ, സെക്കൻഡ് വൺ ഇൻഡയറക്റ്റ് കെയർ. അപ്പോ ഡയറക്റ്റ് കെയർ പറഞ്ഞു, രണ്ടാമത്തെയാണ് ഇൻഡയറക്റ്റ് കെയർ. Those ventures undertaken on the patient behalf but removed from his presence. Indirect care consists of assembling supplies and equipment, seeking advice with other healthcare team members, writing and reading patient records, reporting, constructing discharge plans, etc. ഇനി ഇൻഡയറക്റ്റ് കെയറിൽ പറയുന്നത് പേഷ്യന്റിന് ആവശ്യമായ എല്ലാ സർവീസും എന്താണ് അവരുടെ പ്രസൻസിൽ അല്ലാതെ ചെയ്തു കൊടുക്കുന്നതിനെയാണ് ഇൻഡയറക്റ്റ് കെയർ എന്ന് പറയുന്നത്. ഓക്കെ, പേഷ്യന്റിന് ആവശ്യമായ എല്ലാ കാര്യങ്ങളും എല്ലാ സേവനങ്ങളും എന്താണ് അവരുടെ പ്രസൻസിൽ അല്ലാതെ ചെയ്തു കൊടുക്കുന്നതിനെയാണ് ഇൻഡയറക്റ്റ് കെയർ എന്ന് പറയുന്നത്. ഏതൊക്കെയായിരിക്കാം? ഇൻഡയറക്റ്റ് കെയർ കൺസിസ്റ്റ് ഓഫ് അസംബ്ലിംഗ് സപ്ലൈസ് ആൻഡ് എക്യുപ്മെന്റ്, seeking advice with other healthcare team members, writing and reading patient records, reporting, constructing discharge plans, etc. അപ്പൊ ഇത്തരത്തിലുള്ളതാണ് ഇൻഡയറക്റ്റ് കെയർ എന്ന് പറയുന്നത്. അതായത് ആ വ്യക്തിക്ക് വേണ്ട മെഡിസിൻസ്, അതിനാവശ്യമായ എക്യുപ്മെന്റ്സുകളൊക്കെ എന്താണ് കണ്ടെത്തുക, അതേപോലെ തന്നെ ഹെൽത്ത് കെയർ ടീം മെമ്പേഴ്സുമായിട്ട് അഡ്വൈസ്, അവരിൽ നിന്നും അഡ്വൈസ് സീക്ക് ചെയ്യുക, പിന്നെന്താണ് മെഡിക്കൽ റെക്കോർഡുകൾ ക്രിയേറ്റ് ചെയ്യുക, റിപ്പോർട്ടിംഗ് ചെയ്യുക, പിന്നെ എന്താണ് ഡിസ്ചാർജിന്റെ ടൈമിൽ ഡിസ്ചാർജ് പ്ലാൻസ്, ഡിസ്ചാർജ് സമ്മറി ക്രിയേറ്റ് ചെയ്യുക. ഇത്തരത്തിലുള്ള കാര്യങ്ങളെയാണ് ഇൻഡയറക്റ്റ് കെയർ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ ഇത്? സോ ടൈപ്പ് ഓഫ് പേഷ്യന്റ് കെയർ രണ്ട് ടൈപ്പ് ആണ്, ഡയറക്റ്റ് കെയർ ആൻഡ് ഇൻഡയറക്റ്റ് കെയർ. ഡയറക്റ്റ് കെയർ ആണെങ്കിൽ എന്താണ് ഒരു നേഴ്സ് പേഷ്യന്റിന് ആവശ്യമായ എല്ലാ ഫെസിലിറ്റീസും എല്ലാ സർവീസും ചെയ്തു കൊടുക്കുന്നു. ഇൻഡയറക്റ്റ് കെയറിലാണെങ്കിലോ പേഷ്യന്റിന്റെ പ്രസൻസിൽ അല്ലാതെ ഒരു പേഷ്യന്റിന് ആവശ്യമായ എല്ലാ സർവീസുകളും ചെയ്തു കൊടുക്കുന്നതിനെയാണ് ഇൻഡയറക്റ്റ് കെയർ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് ആണ് സ്റ്റാഫ് ഡെവലപ്മെന്റ്. Staff development is the process which is directed towards the personal as well as professional growth of nurses and other staffs while they are employed by the healthcare. It refers to all the training and education provided to enhance the job-related and personal knowledge, skills and mentalities of vested employees. അതായത് ഒരു ഹെൽത്ത് കെയറിൽ വർക്ക് ചെയ്യുന്ന നേഴ്സസ്, അതേപോലെ മറ്റ് സ്റ്റാഫുകൾ, അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള അതേപോലെ പ്രൊഫഷണൽ ആയിട്ടുള്ള എന്ന ഡെവലപ്മെന്റിനെയാണ് സ്റ്റാഫ് ഡെവലപ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആണോ? അതായത് അവരുടെ സ്റ്റാഫുകൾക്ക്, അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള നോളജ് ആണെങ്കിലും അവരുടെ കഴിവുകളും എൻഹാൻസ് ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള ട്രെയിനിങ്സ് നൽകുക, എഡ്യൂക്കേഷൻ പ്രോഗ്രാംസുകൾ പ്രൊവൈഡ് ചെയ്യുക. ഇതിനെയാണ് സ്റ്റാഫ് ഡെവലപ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്റ്റാഫുകളെ ഡെവലപ്പ് ചെയ്യുക, അവരുടെ നോളജ് സ്കില്ലെല്ലാം എൻഹാൻസ് ചെയ്യുക, അതിനെയാണ് ആ ഒരു പ്രോസസ്സിനെയാണ് സ്റ്റാഫ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? സ്റ്റാഫ് ഡെവലപ്മെന്റ്. ദെൻ നമ്മൾ പറഞ്ഞു സ്റ്റാഫ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ സ്റ്റാഫുകളുടെ സ്കില്ലും അവരുടെ നോളജൊക്കെ എൻഹാൻസ് ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള എഡ്യൂക്കേഷൻസ്, ട്രെയിനിങ്സ് ഒക്കെ കൊടുക്കുക. സോ ഇതിന്റെ ഒബ്ജക്റ്റീവ്സ് എന്തായിരിക്കാം? ഇത്തരത്തിൽ ട്രെയിനിങ് കൊടുക്കുന്നത് കൊണ്ടുള്ള നേട്ടങ്ങൾ എന്തൊക്കെയായിരിക്കാം? ഓക്കെ, സ്റ്റാഫ് ഡെവലപ്മെന്റിന്റെ ഒബ്ജക്റ്റീവ്സ് ഏതൊക്കെയാണ്?
ഫസ്റ്റ് വൺ നോക്കിക്കോളൂ, എൻഹാൻസ് എംപ്ലോയീസ് പ്രൊഡക്ടിവിറ്റി. എന്താണ്? ഇത്തരത്തിലുള്ള ട്രെയിനിങ് നൽകുന്നത് കൊണ്ട് തന്നെ വർക്കേഴ്സിന്റെ സ്റ്റാഫുകളുടെ പ്രൊഡക്ടിവിറ്റി എന്താണ്? എൻഹാൻസ് ചെയ്യാനായിട്ട്, ഇൻക്രീസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഇംപ്രൂവ് ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട്. സെക്കൻഡ് പോയിന്റ്, എൻഷുർ സേഫ് ആൻഡ് ആക്ച്വൽ പേഷ്യന്റ് കെയർ ബൈ നേഴ്സസ്. എന്താണ്? പേഷ്യന്റിന് ആവശ്യമായ എല്ലാ രീതിയിലുള്ള കെയറും ഉറപ്പുവരുത്താനായിട്ട് ഇത്തരത്തിലുള്ള ട്രെയിനിങ്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ ഫസ്റ്റ് വൺ എന്തായിരുന്നു? സ്റ്റാഫുകളുടെ പ്രൊഡക്ടിവിറ്റി എൻഹാൻസ് ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട്. സെക്കൻഡ് വൺ എന്താണ്? പേഷ്യന്റിന് സുരക്ഷിതവും അതേപോലെ തന്നെ എന്താണ്, ഫലപ്രദവുമായിട്ടുള്ള കെയർ പ്രൊവൈഡ് ചെയ്യാനായിട്ട് നേഴ്സസിന് കഴിയുന്നതാണ്. ആൻഡ് ദ തേർഡ് വൺ, എൻഷുർ സാറ്റിസ്ഫാക്ടറി ജോബ് പെർഫോമൻസ് ബൈ സ്റ്റാഫ്സ്. സ്റ്റാഫുകൾക്ക് അവരുടെ ജോലി എന്താണ്? നല്ല രീതിയിൽ ചെയ്യാൻ കഴിയുമെന്ന് ഉറപ്പുവരുത്താനായിട്ട് കഴിയുന്നുണ്ട്. അതിനാവശ്യമായ എല്ലാ ട്രെയിനിങ്ങും എന്താണ്? ഈ സ്റ്റാഫ് ഡെവലപ്മെന്റ് പ്രോഗ്രാംസിന്റെ ഭാഗമായിട്ട് അവർക്ക് ലഭിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് അവരുടെ ജോലി എന്താണ്? നല്ല രീതിയിൽ ചെയ്യാൻ കഴിയുമെന്ന് എന്താണ്? ഉറപ്പാക്കാനായിട്ട് പറ്റുന്നതാണ്. ആൻഡ് ദ ഫോർത്ത് വൺ, orient the personnel towards their care objectives, job duties, personal policies, etc. Okay. എന്താണ്? സ്റ്റാഫുകൾക്ക് അവരുടെ ജോബുമായി ബന്ധപ്പെട്ട ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്, ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്, ഓക്കെ, ഇതുമായി ബന്ധപ്പെട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ട് ഈ ഒരു സ്റ്റാഫ് ഡെവലപ്മെന്റ് പ്രോഗ്രാം നേഴ്സസിന് അല്ലെങ്കിൽ സ്റ്റാഫുകളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആണോ? സ്റ്റാഫ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. സ്റ്റാഫുകൾ എന്തായാ അവരുടെ സ്കില്ല്, നോളജ് ഒക്കെ ഡെവലപ്പ് ചെയ്യുക, എൻഹാൻസ് ചെയ്യുക, അതിനാവശ്യമായ ട്രെയിനിങ്ങും എഡ്യൂക്കേഷൻ പ്രോഗ്രാംസുകളും നൽകുക. സോ ഇത്തരത്തിലുള്ള ട്രെയിനിങ്സ് നൽകുന്നത് കൊണ്ട് ക്യാമറ വീഡിയോ ഓഫ് ആണ്ട. ഓക്കെ, സ്റ്റാഫ് ഡെവലപ്മെന്റ് പ്രോഗ്രാംസ് ഇത്തരത്തിലുള്ള ട്രെയിനിങ്സ് നൽകുന്നത് കൊണ്ട് എന്താണ്? അവർക്ക് പലതരത്തിലുള്ള ഇംപ്രൂവ്മെന്റ് അവരുടെ ജോലി സ്ഥലത്താണെങ്കിലും അല്ലെങ്കിൽ വർക്കിലാണെങ്കിലും എന്താണ്? ഇംപ്രൂവ് ആകാനായിട്ട് കഴിയുന്നുണ്ട്. എന്തൊക്കെയാണ് അതിന്റെ ഒബ്ജക്റ്റീവ്സ്? ഇത്തരത്തിലുള്ള ട്രെയിനിങ് നൽകുന്നതിന്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാ? ഫസ്റ്റ് വൺ എന്തായിരുന്നു? എൻഹാൻസ് എംപ്ലോയീസ് പ്രൊഡക്ടിവിറ്റി. വർക്കേഴ്സിന്റെ പ്രൊഡക്ടിവിറ്റി എൻഹാൻസ് ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട്. Then second one, ensure safe and actual patient care by nurses. പേഷ്യന്റിന് നല്ല രീതിയിലുള്ള കെയർ, സേഫ് ആയിട്ടുള്ള കെയർ പ്രൊവൈഡ് ചെയ്യാൻ കഴിയുമെന്നെന്താണ്? ഉറപ്പാക്കാനായിട്ട് കഴിയുന്നുണ്ട്. ആൻഡ് ദ തേർഡ് വൺ, എൻഷുർ സാറ്റിസ്ഫാക്ടറി ജോബ് പെർഫോമൻസ് ബൈ സ്റ്റാഫ്. സ്റ്റാഫുകൾക്ക് അവരുടെ ജോലി എന്താണ്? നല്ല രീതിയിൽ ചെയ്യാൻ കഴിയുമെന്ന് ഉറപ്പാക്കാനായിട്ട് കഴിയുന്നുണ്ട്. ആൻഡ് ദ ഫോർത്ത് വൺ, സ്റ്റാഫുകൾക്ക് അവരുടെ ജോലിയുമായി ബന്ധപ്പെട്ട ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്, അവരുടെ ഡ്യൂട്ടി എന്താണ്, അവരുടെ റെസ്പോൺസിബിലിറ്റി എന്താണ്, ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് ഈ സ്റ്റാഫ് ഡെവലപ്മെന്റ് പ്രോഗ്രാംസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആണോ? Then types of staff development. ഇനി നമ്മൾ പറഞ്ഞു ട്രെയിനിങ് നൽകുന്നതിനെയാണ് അതല്ലെങ്കിൽ എഡ്യൂക്കേഷൻസ് നൽകുന്നതിനെയാണ് നമ്മൾ സ്റ്റാഫ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്റ്റാഫ് ഡെവലപ്മെന്റ് ഉണ്ട്. ഏതൊക്കെയാണത്? ഫസ്റ്റ് വൺ ആണ് ഇൻഡക്ഷൻ ട്രെയിനിങ്. സെക്കൻഡ് വൺ ജോബ് ഓറിയന്റേഷൻ. തേർഡ് വൺ ഇൻ സർവീസ് എഡ്യൂക്കേഷൻ. ഫോർത്ത് വൺ കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ. ഓക്കെ, അപ്പോൾ മെയിൻലി 4 ടൈപ്സ് ഓഫ് സ്റ്റാഫ് ഡെവലപ്മെന്റ് ഉണ്ട്. ഫസ്റ്റ് വൺ ആണ് ഇൻഡക്ഷൻ ട്രെയിനിങ്. എന്താണ് ഇൻഡക്ഷൻ ട്രെയിനിങ്? നോക്കിക്കോളൂ. Induction training is the training given to new employees by the employer in order to help in adjustment to their new job and familiarize with their new work environment and the people who are working around them. ഓക്കെ, ഒരു എംപ്ലോയർ എന്താണ്? എംപ്ലോയീസിന് നൽകുന്ന ട്രെയിനിങ് പ്രോഗ്രാം ആണ് ഇൻഡക്ഷൻ ട്രെയിനിങ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഒരു എംപ്ലോയർ എംപ്ലോയിക്ക് നൽകുന്ന ട്രെയിനിങ് പ്രോഗ്രാം ആണ് ഇൻഡക്ഷൻ ട്രെയിനിങ് പ്രോഗ്രാം. എന്തിനു വേണ്ടിയായിരിക്കും ഈ ഒരു ട്രെയിനിങ് നൽകുന്നത്? അവർ ചെയ്യുന്നത് ഒരു പുതിയ ജോലിയാണ് അല്ലെ, പുതിയ സ്റ്റാഫുകൾക്കാണ് ഇത്തരത്തിലുള്ള ഇൻഡക്ഷൻ ട്രെയിനിങ് നൽകുന്നത്. അപ്പൊ പുതിയ സ്റ്റാഫ് ആയതുകൊണ്ട് തന്നെ അവരുടെ പുതിയ ജോലിയാണ്, ജോലി എന്താണ് അല്ലെങ്കിൽ ആ വർക്ക് പ്ലേസ് എങ്ങനെയുള്ളതാണ്, മറ്റ് എന്താണ് കൊളീഗ്സുമായിട്ട് ഒരു ബന്ധമൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി എംപ്ലോയർ എംപ്ലോയിക്ക് നൽകുന്ന ഒരു ട്രെയിനിങ് പ്രോഗ്രാം ആണ് ഇൻഡക്ഷൻ ട്രെയിനിങ്. ക്ലിയർ ആണോ? ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് ജോബ് ഓറിയന്റേഷൻ.
The process of making aware of an individual of his or her roles, responsibilities, and relationship in the new work situation. It's an individualized training program meant to get a newly hired employee more familiarized with their responsibilities. Okay, ഇൻഡക്ഷൻ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ ആ വർക്ക് പ്ലേസ്, അവിടെയുള്ള ജോലിക്കാര്, അത്തരം കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനുള്ള ട്രെയിനിങ് പ്രോഗ്രാം ആയിരുന്നെങ്കിൽ ജോബ് ഓറിയന്റേഷൻ എന്ന് പറയുന്നത് എന്താണ്? ജോബുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി നൽകുന്ന ഒരു ട്രെയിനിങ് ആണ്. ഓക്കെ, ജോബ് ഏത് ടൈപ്പ് ഓഫ് ജോബ് ആണ് ചെയ്യേണ്ടത്, അതിന്റെ റെസ്പോൺസിബിലിറ്റി എന്താണ്, ഡ്യൂട്ടീസ് എന്താണ്, ജോബുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി നൽകുന്ന ട്രെയിനിങ് പ്രോഗ്രാംസ് ആണ് ജോബ് ഓറിയന്റേഷൻ. ക്ലിയർ ആണോ? അവിടെ എത്തുന്ന പുതിയ സ്റ്റാഫുകൾക്ക്, പുതിയ എംപ്ലോയീസിന് അവരുടെ റെസ്പോൺസിബിലിറ്റിയെ കുറിച്ച്, ജോലിയുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് എന്താണ് കൂടുതൽ പരിചയം ഉണ്ടാക്കുന്നതിന് വേണ്ടി എന്താണ് നൽകുന്ന ട്രെയിനിങ് പ്രോഗ്രാം ആണ് ജോബ് ഓറിയന്റേഷൻ. ആൻഡ് തേർഡ് വൺ, ഇൻ സർവീസ് എഡ്യൂക്കേഷൻ. An educational experience planned before to provide in the job setting and closely identified with the service in order to help person discharge his duties more effectively as a person and as a worker. It is thus a planned instructions of training program given by an employee agency in the employment setting. Okay, in service education എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വ്യക്തി എന്ന നിലയിലും അതേപോലെ തന്നെ ഒരു വർക്കർ എന്ന നിലയിലും അവരുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നതിനോടൊപ്പം തന്നെ എന്താണ്, അവരുടെ സ്കില്ല്, അവരുടെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടി ജോലിയോടൊപ്പം തന്നെ നൽകുന്ന ട്രെയിനിങ്ങുകളെയാണ്, ട്രെയിനിങ് പ്രോഗ്രാംസുകളെയാണ് ഇൻ സർവീസ് എഡ്യൂക്കേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ജോലിയോടൊപ്പം തന്നെ എന്തിനു വേണ്ടിയാണ്? അവരുടെ ആ പുതിയ ജോലിയുമായി ബന്ധപ്പെട്ട സ്കില്ലുകൾ എൻഹാൻസ് ചെയ്യുന്നതിന് വേണ്ടി, അവരുടെ ക്വാളിറ്റീസ് ഉയർത്തുന്നതിന് വേണ്ടി ജോലിയോടൊപ്പം തന്നെ നൽകുന്ന സർവീസ് പ്രോഗ്രാംസുകളാണ്, ട്രെയിനിങ് പ്രോഗ്രാംസുകളാണ് ഇൻ സർവീസ് എഡ്യൂക്കേഷൻ എന്നറിയപ്പെടുന്നത്. ക്ലിയർ ആണോ? ആൻഡ് ദ ഫോർത്ത് വൺ, കണ്ടിന്യൂവിംഗ് എഡ്യൂക്കേഷൻ. Continuing education is all the learning activities that happen after an individual has completed his basic education. It involves planned learning experiences beyond a basic nursing educational program. Okay, continuing education എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വിചാരിക്കുക, ഒരു നേഴ്സ് എന്താണ് അവരുടെ അതുമായി ബന്ധപ്പെട്ട നേഴ്സിംഗുമായി ബന്ധപ്പെട്ട എല്ലാ കോഴ്സസും കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, എല്ലാ ക്വാളിഫിക്കേഷനും ഉണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പൊ മറ്റ് എന്തെങ്കിലും കോഴ്സിനെ കുറിച്ച് കൂടുതൽ പഠിക്കണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ടെക്നിക്കലുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ അറിയണം, അതിന്റെ എന്താണ് കോഴ്സ് ചെയ്യുന്നു. അപ്പൊ അതിനെയാണ് കണ്ടിന്യൂവിംഗ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അതായത് ആ വ്യക്തിയുടെ ബേസിക് എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ആയതിനു ശേഷം എന്താണ് വീണ്ടും ഇത്തരത്തിലുള്ള ലേണിംഗ് ആക്ടിവിറ്റീസ് നേടില്ലേ, അതിനെയാണ് കണ്ടിന്യൂവിംഗ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ആ ജോബ് റിലേറ്റഡ് കോഴ്സസ് വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓക്കെ, സോ മെയിൻലി എത്രയാണ്? 4 ടൈപ്പ് ഓഫ് സ്റ്റാഫ് ഡെവലപ്മെന്റ് ഉണ്ട്. ഫസ്റ്റ് വൺ എന്തായിരുന്നു? ഇൻഡക്ഷൻ ട്രെയിനിങ്. എന്താണ്? വേഗം പറയൂ. ഇൻഡക്ഷൻ ട്രെയിനിങ് ഒരു എംപ്ലോയർ എംപ്ലോയികൾക്ക് നൽകുന്ന ട്രെയിനിങ്. എന്തിനു വേണ്ടി? അത് പുതിയ ജോബ് എങ്ങനെയാണെന്നും അതിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളും അറിയാൻ വേണ്ടിയിട്ടും കൂടുതൽ പരിചയം ഉണ്ടാക്കുന്നതിനും കൊളീഗ്സുമായിട്ട് ഒരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുന്നതിനും എല്ലാം അതിനുവേണ്ടിയെല്ലാം ഒരു വർക്ക് എംപ്ലോയിക്ക് നൽകുന്ന ട്രെയിനിങ് പ്രോഗ്രാം ആണ്. ദെൻ ജോബ് ഓറിയന്റേഷൻ ആണെങ്കിലോ ആ പേരിൽ തന്നെയുണ്ട്, ജോബ് ഓറിയന്റേഷൻ. എന്താണ്? കൂടുതൽ അറിയാൻ, ജോബുമായി ബന്ധപ്പെട്ട് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് കൊടുക്കുക, റെസ്പോൺസിബിലിറ്റി അതൊക്കെ റിലേഷൻഷിപ്പ് വർക്കിംഗ് സിറ്റുവേഷനൊക്കെ അവർക്ക് കൂടുതലായിട്ട് കൊടുക്കുക. ജോബുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് കൂടുതൽ എന്താണ് ഒരു അവബോധം ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി നൽകുന്ന ട്രെയിനിങ് പ്രോഗ്രാംസ് ആണ്. ഓക്കെ, ഇൻ സർവീസ് എഡ്യൂക്കേഷൻ ആണെങ്കിലോ ജോലിയോടൊപ്പം തന്നെ നൽകുന്ന ഒരു ട്രെയിനിങ് പ്രോഗ്രാംസ്, അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനും അതിനു വേണ്ടിയുള്ള കൂടുതൽ ട്രെയിനിങ്ങുകൾ കൊടുക്കുക. അവരുടെ സ്കിൽ എൻഹാൻസ് ചെയ്യുന്നതിന് വേണ്ടി, ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടി എല്ലാം ജോലിയോടൊപ്പം തന്നെ നൽകുന്ന ട്രെയിനിങ് പ്രോഗ്രാംസുകളാണ് സർവീസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ആൻഡ് കണ്ടിന്യൂവിംഗ് എഡ്യൂക്കേഷൻ എന്താണ്? ഒരു വ്യക്തിയുടെ ബേസിക് എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ആയതിനു ശേഷവും അതിന് ആ ജോബുമായി റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകൾ വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുക. അതിനെയാണ് കണ്ടിന്യൂവിംഗ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അഡ്വാൻറ്റേജസ് ഓഫ് സ്റ്റാഫ് ഡെവലപ്മെന്റ്. ഇനി ഇതിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്?
എന്തൊക്കെയായിരിക്കാം ഇത്തരത്തിലെ ട്രെയിനിങ് നൽകുന്നത് കൊണ്ടുള്ള അഡ്വാൻറ്റേജ്, ഗുണങ്ങൾ എന്തൊക്കെയായിരിക്കാം? ഫസ്റ്റ് വൺ, ജനറേറ്റ് എ പോസിറ്റീവ് ഓർഗനൈസേഷണൽ ക്ലൈമറ്റ്. എന്താണ്? ജനറേറ്റ് എ പോസിറ്റീവ് ഓർഗനൈസേഷണൽ ക്ലൈമറ്റ്, അതായത് ഒരു ഹെൽത്തി വർക്ക് പ്ലേസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട്, ഡെവലപ്പ് ചെയ്യാനായിട്ട് ഇത്തരം ട്രെയിനിങ് പ്രോഗ്രാംസുകൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആണോ? ഹെൽത്തി വർക്ക് പ്ലേസ് ഡെവലപ്പ് ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട്. ആൻഡ് സെക്കൻഡ് വൺ, ഫെസിലിറ്റേറ്റ് ഓപ്പൺ ചാനൽസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഇത്തരത്തില് ഇപ്പൊ മീറ്റിങ്ങുകളാണെങ്കിലും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ട്രെയിനിങ് പ്രോഗ്രാംസുകൾ നൽകുന്നതിലൂടെ എന്താണ്, ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ, മറ്റുള്ളവരുമായിട്ടുള്ള ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ അവിടെ സാധ്യമാണ്. ഓക്കെ. ആൻഡ് ദ തേർഡ് വൺ, പാസ് ഓവർ ഓർഗനൈസേഷണൽ മെസ്സേജ് ടു വർക്കേഴ്സ്. നേരത്തെ പറഞ്ഞ പോലെ ട്രെയിനിങ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ മീറ്റിങ്ങുകൾ ആയിക്കോട്ടെ, സെമിനാർസ് ആയിക്കോട്ടെ, ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് നൽകുന്നത് കൊണ്ട് തന്നെ മാനേജ്മെന്റിന് എന്താണ്, ആ ഇൻഫർമേഷൻസ് ഈ സ്റ്റാഫുകൾക്കിടയിലേക്ക് പാസ് ചെയ്യിപ്പിക്കാനായിട്ട് കഴിയുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആണോ? മാനേജ്മെന്റിൽ നിന്നുള്ള ഇൻഫർമേഷൻസ് ഈ സ്റ്റാഫുകളിലേക്ക് ഇപ്പൊ ട്രെയിനിങ് പ്രോഗ്രാംസിലൂടെ ആണെങ്കിലും മീറ്റിങ്ങുകളിലൂടെ ആണെങ്കിലും എന്താണ്, അവരിലേക്ക് എത്തിക്കാനായിട്ട് കഴിയുന്നുണ്ട്. Then fourth one, easy access to knowledgeable colleague through. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു, എല്ലാവരുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ്, നല്ലൊരു കമ്മ്യൂണിക്കേഷൻ സാധ്യമായത് കൊണ്ട് തന്നെ ഇപ്പൊ അറിവുള്ള കൊളീഗ്സിൽ നിന്നും, കുറച്ച് സീനിയർ ആയിട്ടുള്ള കൊളീഗ്സിൽ നിന്നെല്ലാം അഡ്വൈസ് നേടാനായിട്ട്, മറ്റ് സ്റ്റാഫുകൾക്ക് അഡ്വൈസ്, സജഷൻസ് എല്ലാം നേടാനായിട്ട് ഇത്തരത്തിലൂടെ കഴിയുന്നതാണ്. ക്ലിയർ ആണോ? ഫസ്റ്റ് വൺ എന്തായിരുന്നു? ഹെൽത്തി വർക്ക് പ്ലേസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട്. സെക്കൻഡ് വൺ, എല്ലാവരുമായിട്ടൊരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആണ്. തേർഡ് വൺ എന്താണ്, മാനേജ്മെന്റിൽ നിന്നുള്ള ഇൻഫർമേഷൻ സ്റ്റാഫുകൾക്കിടയിലേക്ക് എത്തിക്കാനായിട്ട് ഇത്തരത്തിലുള്ള ട്രെയിനിങ് പ്രോഗ്രാംസിലൂടെ കഴിയുന്നതാണ്. ഫോർത്ത് വൺ, ഈസി ആക്സസ് ടു നോളജബിൾ കൊളീഗ്സ് ത്രൂ. എന്താണ്, ഇപ്പോ സീനിയർ ആയിട്ടുള്ള കൊളീഗ്സിൽ നിന്നും എന്താണ്, സജഷൻസ് അല്ലെങ്കിൽ അഡ്വൈസ് എല്ലാം നേടാനായിട്ട് കഴിയുന്നതാണ്. The next topic നോക്കിക്കോളൂ, റോൾ ഓഫ് അഡ്മിനിസ്ട്രേറ്റർ ഇൻ സ്റ്റാഫ് ഡെവലപ്മെന്റ്. ഇനി സ്റ്റാഫ് ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ട് ഒരു അഡ്മിനിസ്ട്രേറ്ററിന്റെ ഡ്യൂട്ടി എന്താണ്, അദ്ദേഹത്തിന്റെ റോൾ എന്താണ്? ഫസ്റ്റ് വൺ, യൂസ് പ്രിൻസിപ്പിൾ ഓഫ് ലേണിംഗ് വെൻ ഹെൽപ്പിംഗ് എംപ്ലോയീസ് ടു ലേൺ ന്യൂ സ്കിൽസ് ഓർ ഇൻഫർമേഷൻ. അതായത് പുതിയ സ്കില്ലുകൾ അല്ലെങ്കിൽ ഇൻഫോർമേഷൻസ്, ഓക്കെ, ഇത്തരം കാര്യങ്ങൾ പഠിക്കാനായിട്ട് ജീവനക്കാരെ സഹായിക്കാനായിട്ട് അഡ്മിനിസ്ട്രേറ്ററിന് കഴിയുന്നതാണ്. ഓക്കെ, പുതിയ സ്കില്ലുകൾ അതേപോലെ തന്നെ നോളജ് എല്ലാം നേടുന്നതിന് ആവശ്യമായ സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ ഒരു അഡ്മിനിസ്ട്രേറ്ററിന് കഴിയുന്നതാണ്. യൂസസ് ടീച്ചിങ് ടെക്നിക്സ് ദാറ്റ് സ്ട്രെങ്തൻ സ്റ്റാഫ്. അതായത് സ്റ്റാഫുകളെ സ്ട്രെങ്തൻ ചെയ്യുന്നതിന് ആവശ്യമായ ടീച്ചിങ് ടെക്നിക്സുകൾ യൂസ് ചെയ്യാനായിട്ട് ഈ അഡ്മിനിസ്ട്രേറ്റർക്ക് കഴിയുന്നതാണ്. അതായത് ട്രെയിനിങ് നൽകുക, അല്ലെങ്കിൽ എന്താണ്, അവരെ മെന്റർ ചെയ്യുക, കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുക, അത്തരത്തിലുള്ള സർവീസ് എല്ലാം സ്റ്റാഫുകളെ സ്ട്രെങ്തൻ ചെയ്യുന്നതിന് വേണ്ടി പ്രൊവൈഡ് ചെയ്യാനായിട്ട് അഡ്മിനിസ്ട്രേറ്ററിന് കഴിയുന്നതാണ്. കണ്ടിന്യൂസ്ലി അസസ് ലേണിംഗ് നീഡ്സ് ഓഫ് ഈച്ച് യൂണിറ്റ്. ഓരോ യൂണിറ്റിലും ഏത് ടൈപ്പ് ഓഫ് എന്താണ് ആവശ്യം, എന്താണ് പുതിയ കാര്യങ്ങൾ പഠിപ്പിക്കേണ്ടത്, ഓക്കെ, അതിനെക്കുറിച്ച് എന്താണ് കണ്ടിന്യൂസ് ആയിട്ട് അസസ് ചെയ്യുന്നത് ഈ ഒരു അഡ്മിനിസ്ട്രേറ്റർ ആണ്. ക്ലിയർ ആണോ? ഏത് ഡിപ്പാർട്ട്മെന്റിൽ ഏത് സ്റ്റാഫുകൾക്ക് ഏത് ടൈപ്പ് ഓഫ് ലേണിംഗ് ആണ്, ഏത് ടൈപ്പ് ഓഫ് സ്കില്ലാണ് ഇംപ്രൂവ് ചെയ്യേണ്ടത്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അസസ് ചെയ്യാനായിട്ട് ഈ അഡ്മിനിസ്ട്രേറ്ററിന് കഴിയുന്നതാണ്. ആൻഡ് ദ ഫോർത്ത് വൺ, ലീഡ്സ് എംപ്ലോയീസ് റിഗാർഡിംഗ് നോളജ് ആൻഡ് സ്കിൽ ഡെഫിസിറ്റ്. പലതരത്തിലുള്ള സ്റ്റാഫുകൾ ഉണ്ടായിരിക്കും അല്ലെ. അപ്പോൾ അതിലെന്താണ്, സ്കില്ല് കുറവായിട്ടുള്ള എന്തെങ്കിലും ഒരു കഴിവ് കുറഞ്ഞ, ഇപ്പോ എല്ലാ സ്റ്റാഫുകൾക്കും ടെക്നിക്കലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണമെന്ന് നിർബന്ധമില്ല അല്ലെ. അപ്പൊ അത്തരം സ്കില്ല് കുറഞ്ഞ സ്റ്റാഫുകളെ കണ്ടെത്തി അവരുടെ ആ സ്കില്ല്, അതുമായി ബന്ധപ്പെട്ട സ്കില്ല് എൻഹാൻസ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനായിട്ട് ഒരു അഡ്മിനിസ്ട്രേറ്ററിന് കഴിയുന്നതാണ്. ഇപ്പോ ഒരു കൂട്ടം നേഴ്സസിന് ഇലക്ട്രിക് ഹെൽത്ത് റെക്കോർഡ് ഉപയോഗിക്കാൻ അറിയില്ലെങ്കിൽ അവരെ അത് പഠിപ്പിക്കാനായിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കി കൊടുക്കാം. ഓക്കെ, അത്തരത്തിലുള്ള ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ അത്തരം കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഈ അഡ്മിനിസ്ട്രേറ്ററിന് കഴിയുന്നതാണ്. ക്ലിയർ ആണോ? അഡ്മിനിസ്ട്രേറ്റർ റോള് ക്ലിയർ ആണോ? ഓക്കെ, ഫസ്റ്റ് വൺ എന്തായിരുന്നു? ഫസ്റ്റ് റോൾ എന്താണ്, അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി എന്താണ്?
പുതിയ സ്കില്ല് അതേപോലെ നോളജ് എല്ലാം പഠിക്കാനായിട്ട് ജീവനക്കാരെ സ്റ്റാഫുകളെ സഹായിക്കാനായിട്ട് കഴിയുന്നതാണ്. പിന്നെന്തായിരുന്നു, സ്റ്റാഫുകളെ സ്ട്രെങ്തൻ ചെയ്യുന്നതിന് ആവശ്യമായ ടീച്ചിങ് ടെക്നിക്സുകൾ ഉപയോഗിക്കാനായിട്ട് കഴിയുന്നതാണ്. പിന്നെന്തായിരുന്നു, ഏത് യൂണിറ്റിൽ എന്താണോ കുറവ് അത് എൻഹാൻസ് ചെയ്യുന്നതിന് ആവശ്യമായ കാര്യങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് അസസ് ചെയ്യാനായിട്ട് വിലയിരുത്താനായിട്ട് കഴിയുന്നതാണ്. ആൻഡ് ദ ഫോർത്ത് വൺ പിന്നെന്തായിരുന്നു, ഇപ്പോൾ സ്കില്ലുകൾ സ്റ്റാഫുകളുടെ കുറവുകൾ കണ്ടെത്തുകയും അത് പരിഹരിക്കുന്നതിന് ആവശ്യമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനും ഈ അഡ്മിനിസ്ട്രേറ്ററിന് കഴിയുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് ആണ് നേഴ്സിംഗ് ഹൈറാർക്കി ആൻഡ് ഫങ്ഷൻസ്. നേഴ്സിംഗ് ഹൈറാർക്കി ആൻഡ് ഫങ്ഷൻസ്. The structure of organization determines the employee's behavior through the effect of role, power, status, responsibility, authority, and communication. Nursing is a large department in every hospital, hence it has a hierarchy as doctors do, and it is necessary to understand different nursing classifications. ഒരു ഓർഗനൈസേഷൻ എന്താണ്, ഒരു സ്ട്രക്ചർ ഉണ്ടായിരിക്കും അല്ലെ. ഒരു ഓർഗനൈസേഷൻ എന്താണ്, ഒരു ഘടന, ഒരു സ്ട്രക്ചർ ഉണ്ടായിരിക്കും. അതായത് ഒരു ഗ്രേഡിംഗ് സിസ്റ്റം ഒക്കെ ഉണ്ടായിരിക്കും അല്ലെ. ആ ഗ്രേഡിങ്ങിന്റെ ബേസിലാണ്, ആ റാങ്കിന്റെ ബേസിലാണ് നമ്മൾ എന്താണ് ഓരോ സ്റ്റാഫുകളുടെ റോൾ എന്താണ്, അവരുടെ റെസ്പോൺസിബിലിറ്റി എന്താണ്. എല്ലാ സ്റ്റാഫുകളും ഒരേ ഡ്യൂട്ടി ആണോ ചെയ്യുന്നത്? ആണോ? അല്ല അല്ലെ. അപ്പൊ അവർക്ക് ഡിഫറെന്റ് ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. അത് നമുക്ക് മനസ്സിലാകുന്നത് ഈ ഹൈറാർക്കിയുടെ ബേസിലാണ്. ഇത് ഈ ഹൈറാർക്കി കണ്ടാൽ നമുക്ക് ഒരു നേഴ്സിന്റെ ഡ്യൂട്ടി എന്താണ്, അവരുടെ റോൾ എന്താണെന്നെല്ലാം മനസ്സിലാക്കാനായിട്ട് കഴിയുന്നതാണ്. സോ നേഴ്സിംഗ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ഹോസ്പിറ്റൽസിലെ ലാർജ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ഇപ്പൊ ഡോക്ടേഴ്സിനുള്ളത് പോലെ തന്നെ നമ്മൾ പറയാറില്ലേ, സീനിയർ ഡോക്ടർ, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡോക്ടർ അല്ലെ സീനിയർ ഡോക്ടർ, ജൂനിയർ ഡോക്ടർ എന്നൊക്കെ പറയാറുണ്ട്. അതേപോലെ തന്നെ നേഴ്സിംഗ് ആ ഡിപ്പാർട്ട്മെന്റിനിടയിലും ഇതേപോലുള്ള ഗ്രേഡിംഗ് സിസ്റ്റം നിലവിലുണ്ട്. ഓക്കെ, അതാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. സോ ഫസ്റ്റ് പൊസിഷനിലുള്ളത് ആരാണ്? ഫസ്റ്റ് പൊസിഷനിൽ നഴ്സിംഗ് ഡയറക്ടർ. ഏറ്റവും ഉയർന്ന പദവി വഹിക്കുന്നത് നേഴ്സിംഗ് ഡയറക്ടർ ആണ്. അതിന് താഴെയാണ് നേഴ്സിംഗ് സൂപ്രണ്ടന്റ് വരുന്നത്. അതിന് താഴെ നേഴ്സിംഗ് സൂപ്പർവൈസർ. അതിന് താഴെ ആരാണ്? നേഴ്സിംഗ് ഇൻചാർജ്, ദെൻ സ്റ്റാഫ് നേഴ്സ്, ആൻഡ് ദ ഫൈനൽ ആരാണ് വരുന്നത് ലാസ്റ്റ്? നേഴ്സിംഗ് അസിസ്റ്റന്റ് ആണ്. ഓക്കെ, ഏറ്റവും താഴെയാണ് നേഴ്സിംഗ് അസിസ്റ്റന്റ്. ഇതാണ് ഹൈറാർക്കി എന്ന് പറയുന്നത്, ഗ്രേഡിംഗ് സിസ്റ്റം അല്ലെങ്കിൽ റാങ്കിങ്. ഏറ്റവും ഉയർന്ന പൊസിഷൻ വഹിക്കുന്നത് ആരാ? നഴ്സിംഗ് ഡയറക്ടർ. ഏറ്റവും താഴെയാണെങ്കിലോ? നഴ്സിംഗ് അസിസ്റ്റന്റ്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഈ ഓരോരുത്തരുടെയും ഡ്യൂട്ടീസ് എന്താണ്, അവരുടെ റെസ്പോൺസിബിലിറ്റീസ് എന്താണ്. നേഴ്സിംഗ് ഡയറക്ടർ നോക്കിക്കോളൂ. It is the nursing director who provides direction to the nursing staff and coordinate health service. Their duties consist of supervising all nursing staff and looking after patient care, as well as administrative functions like record keeping, budgeting, etc. At minimum, they require co-workers or bachelor degree in nursing along with at least 10 years of experience in deemed firms. Okay. അപ്പൊ നേഴ്സിംഗ് ഡയറക്ടർ എന്ന് പറയുന്നത് ഹെൽത്ത് സർവീസിലെ എല്ലാ സ്റ്റാഫുകളെയും നേഴ്സിംഗ് സ്റ്റാഫുകളെയും ഡയറക്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ കോർഡിനേറ്റ് ചെയ്യുന്നത് ഈ നേഴ്സിംഗ് ഡയറക്ടർ ആണ്. ഓക്കെ, എന്തൊക്കെയാണ് അവരുടെ ഡ്യൂട്ടീസ് എന്തൊക്കെയാ പറയുന്നത്? നേഴ്സിംഗ് സ്റ്റാഫുകളെ സൂപ്പർവൈസ് ചെയ്യുക, അതേപോലെ തന്നെ പേഷ്യന്റ് കെയറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്താണ് ചെയ്യുക, അതേപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ഫങ്ഷൻസ്, ഭരണപരമായിട്ടുള്ള ചില കാര്യങ്ങൾ കൂടി ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ്? റെക്കോർഡുകൾ കീപ്പ് ചെയ്യുക, ബജറ്റിംഗ്, ഇത്തരത്തിലുള്ള ഡ്യൂട്ടീസ് ചെയ്യുന്നത് ഒരു നേഴ്സിംഗ് ഡയറക്ടർ ആണ്. ക്ലിയർ ആണോ? ഹെൽത്ത് സർവീസിലെ എല്ലാ നേഴ്സിംഗ് സ്റ്റാഫുകളെയും ഡയറക്റ്റ് ചെയ്യുന്നതും കോർഡിനേറ്റ് ചെയ്യുന്നതും ഒരു നേഴ്സിംഗ് ഡയറക്ടർ ആണ്. ഇനി ഒരു നേഴ്സിംഗ് ഡയറക്ടർ ആവണമെങ്കിൽ വേണ്ട ക്വാളിഫിക്കേഷൻസ് എന്തൊക്കെയാണ്? ഒരു ബാച്ചിലർ ഡിഗ്രി വേണം. അതോടൊപ്പം തന്നെ എന്താണ്, 10 വർഷത്തെ എക്സ്പീരിയൻസ്, അറ്റ്ലീസ്റ്റ് ഏറ്റവും കുറഞ്ഞത് എന്താണ്, ഒരു 10 വർഷത്തെ എക്സ്പീരിയൻസ് എങ്കിലും ആ വ്യക്തിക്ക് ഉണ്ടായിരിക്കണം. ക്ലിയർ ആണോ? നേഴ്സിംഗ് ഡയറക്ടർ എല്ലാ നേഴ്സിംഗ് സ്റ്റാഫുകളെയും കോർഡിനേറ്റ് ചെയ്യുന്നത് നേഴ്സിംഗ് ഡയറക്ടർ ആണ്. അതേപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് വർക്കുകളും കൂടി അദ്ദേഹം ചെയ്യുന്നുണ്ട്. ഇനി ക്വാളിഫിക്കേഷൻ പറയുന്നത് ബാച്ചിലർ ഡിഗ്രി വേണം, അതോടൊപ്പം തന്നെ 10 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ഇനി ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്, ഒരു നേഴ്സിംഗ് ഡയറക്ടറിന്റെ ഡ്യൂട്ടീസ് അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ, ടു ഡയറക്റ്റ്, ഓവർസീ ആൻഡ് ഇവാലുവേറ്റ് ഓൾ നേഴ്സിംഗ് സ്റ്റാഫ്. ഓക്കെ, ഒരു ഹോസ്പിറ്റലിലെ എല്ലാ നേഴ്സിംഗ് സ്റ്റാഫുകളെയും എന്താണ് ഓവർസീ ചെയ്യുക, അവരെ ഡയറക്റ്റ് ചെയ്യുക, അത് നേഴ്സിംഗ് ഡയറക്ടറുടെ ഡ്യൂട്ടിയാണ്. ടു ഗൈഡ് സ്റ്റാഫിംഗ് പ്രൊസീജിയർ. ഓക്കെ, സ്റ്റാഫിംഗ് എന്തായിരുന്നു? സ്റ്റാഫിംഗ്
സ്റ്റാഫിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ജീവനക്കാരെ ജീവനക്കാരെ നിയമിക്കുക അല്ലെ, കറക്റ്റ് പൊസിഷനിലേക്ക് കറക്റ്റ് പേഴ്സണെ നിയമിക്കുക. അപ്പൊ അതിനാവശ്യമായിട്ടുള്ള ഹെൽപ്പുകൾ, ഗൈഡൻസ് നൽകേണ്ടത് ഇദ്ദേഹത്തിന്റെ നേഴ്സിംഗ് ഡയറക്ടറിന്റെ ഡ്യൂട്ടിയാണ്. ഓക്കെ, സ്റ്റാഫിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഗൈഡൻസ് നൽകേണ്ടത് നേഴ്സിംഗ് ഡയറക്ടറിന്റെ ഡ്യൂട്ടിയാണ്. ടു സെറ്റ് ലോങ് ടൈം ഗോൾസ് ഫോർ നേഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റ്. ഒരു നേഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റിന് ആവശ്യമായ ലോങ് ടൈം ഗോളുകൾ സെറ്റ് ചെയ്യുക, ഒബ്ജക്റ്റീവ്സുകൾ സെറ്റ് ചെയ്യുക. സ്റ്റാഫിംഗ് നമ്മൾ പഠിച്ചതല്ലേടാ ആദ്യം തന്നെ ഇൻട്രൊഡക്ഷനിൽ പഠിച്ചതാ. സ്റ്റാഫിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ജീവനക്കാരെ കറക്റ്റ് ആയിട്ടുള്ള പൊസിഷനിലേക്ക് വേണ്ട കറക്റ്റ് പേഴ്സണെ തിരഞ്ഞെടുക്കുക, അപ്പോയിന്റ് ചെയ്യുക, അതിനെയാണ് സ്റ്റാഫിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിനു വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കേണ്ടത് ഈ ഒരു ഡയറക്ടറുടെ, നേഴ്സിംഗ് ഡയറക്ടറിന്റെ ഡ്യൂട്ടിയാണ്. ഇനി നേഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ആവശ്യമായിട്ടുള്ള ലോങ് ടൈം ഗോളുകൾ, ലക്ഷ്യങ്ങൾ സെറ്റ് ചെയ്യേണ്ടതും ഒരു നേഴ്സിംഗ് ഡയറക്ടറിന്റെ ഉത്തരവാദിത്വമാണ്. ഓക്കെ, അറേഞ്ച് ആൻഡ് കോർഡിനേറ്റ് അഡ്മിഷൻ, നേഴ്സിംഗ് ആൻഡ് പേഷ്യന്റ് കെയർ പ്രൊസീജിയേഴ്സ്. പിന്നെന്താ അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി? എന്തൊക്കെയാണ്? അഡ്മിഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങള്, നേഴ്സിംഗ് പേഷ്യന്റ് കെയറുമായി ബന്ധപ്പെട്ട കാര്യങ്ങള്, ഇതെല്ലാം അറേഞ്ച് ചെയ്യേണ്ടതും ഒരു നേഴ്സിംഗ് ഡയറക്ടറാണ്. സെറ്റിൽ ഇഷ്യൂസ് ആൻഡ് പ്രോബ്ലംസ്, ബോത്ത് ഡിപ്പാർട്ട്മെന്റൽ ഇഷ്യൂസ് ആൻഡ് പേഷ്യന്റ് ഇഷ്യൂസ്. അതേപോലെ തന്നെ ഡിപ്പാർട്ട്മെന്റുകൾക്കിടയിലുള്ള പ്രശ്നങ്ങള്, പേഷ്യന്റുകൾക്കിടയിലുള്ള പ്രശ്നങ്ങള്, ഇതെല്ലാം സെറ്റ് ചെയ്യേണ്ടതും ഈ നേഴ്സിംഗ് ഡയറക്ടറിന്റെ ഡ്യൂട്ടിയാണ്. ആൻഡ് ദ ലാസ്റ്റ് വൺ, റിപ്പോർട്ട് ടു അപ്പർ മാനേജ്മെന്റ്. അതായത് ഇതുമായി ബന്ധപ്പെട്ട, ഈ നേഴ്സിംഗുമായി ബന്ധപ്പെട്ട എല്ലാ റിപ്പോർട്ടുകളും അപ്പർ മാനേജ്മെന്റിന്, ഒരു ഹോസ്പിറ്റൽസിനെ അതോറിറ്റിക്ക് കൈമാറേണ്ടതും ഈ നേഴ്സിംഗ് ഡയറക്ടറിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ക്ലിയർ ആണോ? സോ നേഴ്സിംഗ് ഡയറക്ടർ എന്ന് പറഞ്ഞാൽ എല്ലാ സ്റ്റാഫുകളെയും കോർഡിനേറ്റ് ചെയ്യേണ്ടതും ഡയറക്റ്റ് ചെയ്യേണ്ടതും അദ്ദേഹമാണ്. അതേപോലെ അഡ്മിനിസ്ട്രേറ്റീവ് വർക്കുകളും അദ്ദേഹം ചെയ്യുന്നുണ്ട്. അതേപോലെ ഒരു ഡിഗ്രിയും പിന്നെന്തായിരുന്നു 10 വർഷത്തെ എക്സ്പീരിയൻസുമാണ് ഒരു നേഴ്സിംഗ് ഡയറക്ടർ ആകാനായിട്ട് വേണ്ട ക്വാളിഫിക്കേഷൻ. ഇനി അദ്ദേഹത്തിന്റെ ഡ്യൂട്ടീസ് എന്തൊക്കെയാ പറയുന്നത്? എല്ലാ സ്റ്റാഫുകളെയും ഡയറക്റ്റ് ചെയ്യുക, സ്റ്റാഫിങ്ങിന് വേണ്ട ഗൈഡൻസ് നൽകുക, ലോങ് ടൈം ഗോളുകൾ സെറ്റ് ചെയ്യുക, പിന്നെന്തായിരുന്നു? അഡ്മിഷനുമായി ബന്ധപ്പെട്ട, നേഴ്സിംഗ് കെയറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറേഞ്ച് ചെയ്യുക, ഇഷ്യൂസ് ഡിപ്പാർട്ട്മെന്റൽ ആണെങ്കിലും അല്ലെങ്കിൽ പേഷ്യന്റ് ഇഷ്യൂസ് ആണെങ്കിലും അത് സെറ്റ് ചെയ്യുക, മാനേജ്മെന്റിന്, അപ്പർ മാനേജ്മെന്റിന് റിപ്പോർട്ട് സമർപ്പിക്കുക. ഇത്രയും കാര്യങ്ങളുടെ ചെയ്യേണ്ട ഡ്യൂട്ടി നേഴ്സിംഗ് ഡയറക്ടറിനാണ്. ഓക്കെ, ഇനി സെക്കൻഡ് പൊസിഷനിൽ വരുന്നത് ആരാ? സെക്കൻഡ് പൊസിഷൻ നേഴ്സിംഗ് സൂപ്രണ്ടന്റ് ആണ്. ഓക്കെ, നോക്കിക്കോളൂ. നേഴ്സിംഗ് സൂപ്രണ്ടന്റ് ആക്ട് ആസ് the second command in the nursing administration of the hospital. He or she will be held responsible for management and supervision of nursing services of the different departments of the hospital. In all areas of the nursing activity, he or she will help the nursing director and act as director in the absence of the nursing director. Okay, അപ്പോൾ nursing departmentലെ ആ ഹൈറാർക്കിയിലെ സെക്കൻഡ് കമാൻഡ്, സെക്കൻഡ് പൊസിഷനിൽ വരുന്ന വ്യക്തിയാണ് ആര്? നേഴ്സിംഗ് സൂപ്രണ്ടന്റ്. ഇനി അദ്ദേഹത്തിന്റെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്? ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സിലെ, ഓക്കെ, ഓരോ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അപ്പോൾ ഓരോ ഡിപ്പാർട്ട്മെന്റിലെയും കാര്യങ്ങൾ ചെയ്യാനുള്ള ഉത്തരവാദിത്വം, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സൂപ്പർവൈസ് ചെയ്യേണ്ടത് ആരാണ്? ഒരു നേഴ്സിംഗ് സൂപ്രണ്ടിന്റെ ജോലിയാണ്. ഓക്കെ, നേഴ്സിംഗ് ഡയറക്ടർ ആണെങ്കിൽ ഹോസ്പിറ്റല് മൊത്തത്തിലുള്ള നേഴ്സസിനെയാണ്, സ്റ്റാഫുകളെയാണ് എന്ത് ചെയ്യുന്നത്? ഡയറക്റ്റ് ചെയ്യുന്നത്. നേഴ്സിംഗ് സൂപ്രണ്ടന്റ് ആകുമ്പോൾ എന്താണ്? ഓരോ ഡിപ്പാർട്ട്മെന്റ് വൈസ് ആണ്. ഓക്കെ, ഓരോ ഡിപ്പാർട്ട്മെന്റിലെയും സ്റ്റാഫിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്താണ് ഓവർസീ ചെയ്യുന്നത് നേഴ്സിംഗ് സൂപ്രണ്ടന്റ് ആണ്. അതോടൊപ്പം തന്നെ പിന്നെന്താണ് പറയുന്നത്? നേഴ്സിംഗ് ഡയറക്ടറിന്റെ അഭാവത്തില്, ഓക്കെ, നേഴ്സിംഗ് ഡയറക്ടറിന്റെ അഭാവത്തില് അദ്ദേഹത്തിന്റെ ഡ്യൂട്ടീസും റെസ്പോൺസിബിലിറ്റീസും ചെയ്യേണ്ടത് നേഴ്സിംഗ് സൂപ്രണ്ടന്റ് ആണ്. ക്ലിയർ ആണോ? ഫസ്റ്റ് എന്തായിരുന്നു? സെക്കൻഡ് പൊസിഷനിലുള്ള വ്യക്തിയാണ്. അതേപോലെ തന്നെ പിന്നെന്തായിരുന്നു? ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റില് ഡിപ്പാർട്ട്മെന്റിന്റെ കാര്യങ്ങൾ നോക്കുന്നത് നേഴ്സിംഗ് സൂപ്രണ്ടന്റ് ആണ്. അതേപോലെ നേഴ്സിംഗ് ഡയറക്ടറിന്റെ ആബ്സെൻസിൽ അദ്ദേഹത്തിന്റെ ഡ്യൂട്ടീസ് എല്ലാം ചെയ്യേണ്ടതും ഈ നേഴ്സിംഗ് സൂപ്രണ്ടന്റ് ആണ്. ഇനി അദ്ദേഹത്തിന്റെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് നോക്കിക്കോളൂ. He or she will help the nursing director in his work. ഓക്കെ, നമ്മൾ പറഞ്ഞു നേഴ്സിംഗ് ഡയറക്ടറിന് എന്താണ്? ഹെൽപ്പ് ചെയ്യണം ജോലികളിൽ. അക്കൗണ്ടബിൾ ഫോർ മാസ്റ്റർ റൊട്ടേഷൻ ഓഫ് നേഴ്സസ്. അതായത് എന്താണ്?
നേഴ്സസിന്റെ ഡ്യൂട്ടിയുമായി ബന്ധപ്പെട്ട് ഷെഡ്യൂൾ ചെയ്യില്ലേ, ഡ്യൂട്ടീസ് ഒക്കെ ഷെഡ്യൂൾ ചെയ്യില്ലേ, അതിന് ഉത്തരവാദിത്വമുള്ള വ്യക്തിയാണ് നേഴ്സിംഗ് സൂപ്രണ്ടന്റ്. ഓക്കെ. ചെക്ക് ആൻഡ് കൺഫേം ദ ഡ്യൂട്ടി റോസ്റ്റർ ഓഫ് സ്റ്റാഫ് നേഴ്സസ് പ്രിപ്പയർഡ് ബൈ നേഴ്സിംഗ് ഇൻചാർജ്. അതായത് നേഴ്സിംഗ് ഇൻചാർജ് പ്രിപ്പയർ ചെയ്യുന്ന വർക്ക് ഷിഫ്റ്റുമായി ബന്ധപ്പെട്ട ലിസ്റ്റ് കൺഫേം ചെയ്യേണ്ടതും ചെക്ക് ചെയ്യേണ്ടതും ഒരു നേഴ്സിംഗ് സൂപ്രണ്ടന്റ് ആണ്. ക്ലിയർ ആണോ? അതായത് നേഴ്സസിന്റെ ഷിഫ്റ്റുമായി ബന്ധപ്പെട്ട ഒരു ലിസ്റ്റ് ഉണ്ടായിരിക്കും. അത് പ്രിപ്പയർ ചെയ്യുന്നത് ആരാണ്? നേഴ്സിംഗ് ഇൻചാർജ് ആണ്. അവർ പ്രിപ്പയർ ചെയ്യുന്ന ഈ ലിസ്റ്റ് കൺഫേം ചെയ്യേണ്ടതും ചെക്ക് ചെയ്യേണ്ടതും നേഴ്സിംഗ് സൂപ്രണ്ടന്റ് ആണ്. ദെൻ അക്കൗണ്ടബിൾ ടു റിസീവ് റിപ്പോർട്ട് ഫ്രം ദ നൈറ്റ് സൂപ്പർവൈസർ. ഇനി എന്താണ്? നൈറ്റ് ഷിഫ്റ്റിൽ വർക്ക് ചെയ്യുന്ന സൂപ്പർവൈസേഴ്സ് ഉണ്ടായിരിക്കും. അവരെന്താണ് ആ രാത്രിയിൽ എന്തെല്ലാം, അപ്പോ പേഷ്യന്റിന്റെ ഹെൽത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണെങ്കിലും അതല്ലെങ്കിൽ സ്റ്റാഫുകളുടെ ഡ്യൂട്ടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇത്തരം കാര്യങ്ങളുടെ റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത് ആർക്കാണ്? നേഴ്സിംഗ് സൂപ്രണ്ടിനായിരിക്കണം. ക്ലിയർ ആണോ? ഓർഗനൈസ് ദ സ്റ്റാഫ് മീറ്റിംഗ് റെഗുലർലി. ഇനി മീറ്റിംഗുമായി ബന്ധപ്പെട്ട സ്റ്റാഫ് മീറ്റിംഗുകൾ എന്താണ് റെഗുലർ ആയിട്ട് ഓർഗനൈസ് ചെയ്യേണ്ടത് നേഴ്സിംഗ് സൂപ്രണ്ടന്റ് ആണ്. ഓക്കെ. അപ്പോ മീറ്റിംഗുകൾ വിളിച്ചു ചേർക്കേണ്ടത് ആരാണ്? നേഴ്സിംഗ് സൂപ്രണ്ടിന്റെ ഡ്യൂട്ടിയാണ്. കീപ് ദ റെക്കോർഡ് ഓഫ് സ്റ്റാഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻ കണക്റ്റഡ് വിത്ത് എഡ്യൂക്കേഷണൽ പ്രോഗ്രാംസ്. അതായത് ട്രെയിനിങ്സ് അതേപോലെ എഡ്യൂക്കേഷൻ പ്രോഗ്രാംസിലൊക്കെ പങ്കെടുത്തിട്ടുള്ള സ്റ്റാഫുകളുടെ ഡീറ്റെയിൽസ്, ഡാറ്റാസ് സ്റ്റോർ ചെയ്യേണ്ടത്, കീപ്പ് ചെയ്യേണ്ടതും ഇദ്ദേഹത്തിന്റെ ഡ്യൂട്ടിയാണ്. സൂപ്പർവൈസ് നീറ്റ്നെസ് ഓഫ് ദി വാർഡ് വിത്ത് ഹെൽപ്പ് ഓഫ് നേഴ്സിംഗ് ഇൻചാർജ്. നേഴ്സിംഗ് ഇൻചാർജിനോടൊപ്പം തന്നെ ഓരോ വാർഡുമായി ബന്ധപ്പെട്ട നീറ്റ്നെസ് സൂപ്പർവൈസ് ചെയ്യേണ്ടതും നേഴ്സിംഗ് സൂപ്രണ്ടന്റ് ആണ്. ആൻഡ് ദ ലാസ്റ്റ് വൺ, അറേഞ്ച് ആൻഡ് പ്ലാൻ നേഴ്സിംഗ് കെയർ ആക്ടിവിറ്റീസ് ഓഫ് ദി വാർഡ് ആസ് പെർ ഹോസ്പിറ്റൽ പോളിസീസ് ആൻഡ് സർവീസ്. അതായത് ഹോസ്പിറ്റൽ പോളിസി അനുസരിച്ച് ഓരോ വാർഡിലെയും നേഴ്സിംഗ് കെയർ ആക്ടിവിറ്റികൾ അറേഞ്ച് ചെയ്യേണ്ടതും ആരാണ്? നേഴ്സിംഗ് സൂപ്രണ്ടന്റ് ആണ്. ക്ലിയർ ആണോ അദ്ദേഹത്തിന്റെ ഡ്യൂട്ടീസ്? ഫസ്റ്റ് എന്തായിരുന്നു? ഫസ്റ്റ് വൺ എന്താണ് സഹറ? ഡ്യൂട്ടീസ് ഷെഡ്യൂൾ ചെയ്യുക, അല്ല സോറി, നഴ്സുമാരെ ഹെൽപ്പ് ചെയ്യുക. നേഴ്സിംഗ് ഡയറക്ടറിനെ ഹെൽപ്പ് ചെയ്യുക. നമ്മൾ പറഞ്ഞു നേഴ്സിംഗ് ഡയറക്ടറിന്റെ അഭാവത്തിൽ എല്ലാ വർക്കുകളും ചെയ്യേണ്ടത് നേഴ്സിംഗ് സൂപ്രണ്ടന്റ് ആണെന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ അദ്ദേഹത്തിന്റെ വർക്കിൽ എന്താണ്? അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുക, ഹെൽപ്പ് ചെയ്യുക. ഓക്കെ. ആൻഡ് സെക്കൻഡ് വൺ, ഡ്യൂട്ടീസ് നഴ്സുമാർ ഡ്യൂട്ടീസ് ഷെഡ്യൂൾ ചെയ്യുക. പിന്നെ നഴ്സിംഗിന്റെ ഇൻചാർജ് ലിസ്റ്റ് കൺഫേം ചെയ്യേണ്ടതും ചെക്ക് ചെയ്യേണ്ടതും ഇവരുടെ ഡ്യൂട്ടിയാണ്. അല്ലല്ല, നേഴ്സിംഗ് ഇൻചാർജ് പ്രിപ്പയർ ചെയ്യുന്ന ഷിഫ്റ്റ് ലിസ്റ്റ് എന്താണ്? ചെക്ക് ചെയ്യേണ്ടത്. ഓക്കെ. ആ ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നത് നേഴ്സിംഗ് ഇൻചാർജ് ആണ്. ഓക്കെ. ആ വ്യക്തി പ്രിപ്പയർ ചെയ്യുന്ന ലിസ്റ്റ് കൺഫേം ചെയ്യേണ്ടതും ചെക്ക് ചെയ്ത് ഉറപ്പുവരുത്തേണ്ടതും നേഴ്സിംഗ് സൂപ്രണ്ടന്റ് ആണ്. ഓക്കെ. ക്ലിയർ ആണോ? ആൻഡ് നെക്സ്റ്റ് വൺ എന്താണ്? നൈറ്റ് സൂപ്പർവൈസറിൽ നിന്നുള്ള റിപ്പോർട്ട് റിസീവ് ചെയ്യേണ്ടതും ഇദ്ദേഹം തന്നെയാണ്. പിന്നെന്തായിരുന്നു? സ്റ്റാഫ് മീറ്റിംഗുകൾ കണ്ടക്ട് ചെയ്യുക, ഓർഗനൈസ് ചെയ്യുക. ദെൻ സ്റ്റാഫുകൾ പങ്കെടുത്തിട്ടുള്ള ട്രെയിനിങ്ങിലും എഡ്യൂക്കേഷൻ പ്രോഗ്രാംസിലൊക്കെ പങ്കെടുത്ത സ്റ്റാഫുകളുടെ റെക്കോർഡുകൾ കീപ്പ് ചെയ്യുക. നേഴ്സിംഗ് ഇൻചാർജിനോടൊപ്പം തന്നെ വാർഡുമായി ബന്ധപ്പെട്ട നീറ്റ്നെസ്സുകൾ സൂപ്പർവൈസ് ചെയ്യുക. വാർഡിലെ നേഴ്സിംഗ് കെയറുമായി ബന്ധപ്പെട്ട ആക്ടിവിറ്റീസുകൾ ആക്ടിവിറ്റീസുകൾ അറേഞ്ച് ചെയ്യുക. ഇതെല്ലാം ഒരു നേഴ്സിംഗ് സൂപ്രണ്ടിന്റെ ഡ്യൂട്ടിയാണ്. സെക്കൻഡ് വൺ എന്താണെന്ന് അല്ലെ, അക്കൗണ്ടബിൾ ഫോർ മാസ്റ്റർ റൊട്ടേഷൻ ഓഫ് നേഴ്സസ്. അവർക്ക് എന്താണ്? ഓരോ റൊട്ടേഷൻ ബേസിലാണ് ഷിഫ്റ്റ് കൊടുക്കുന്നത് അല്ലെ. അവരുടെ ഡ്യൂട്ടി ഷെഡ്യൂൾ ചെയ്യുക. ഓക്കെ. അതിന് ഉത്തരവാദിത്വമുള്ളത് നേഴ്സിംഗ് സൂപ്രണ്ടിനാണ്. ക്ലിയർ ആണോ? നല്ലപോലെ വായിച്ചു നോക്കണം കേട്ടോ, മാറിപ്പോകും. കുറെ ഡ്യൂട്ടീസ് വരുന്നുണ്ട്, കുറെ ഗ്രേഡിംഗ് സിസ്റ്റം വരുന്നുണ്ട്. ഓക്കെ. അപ്പൊ മാറിപ്പോകാൻ ചാൻസ് ഉണ്ട്. ജസ്റ്റ് നല്ലോണം വായിച്ചു നോക്കാം. നെക്സ്റ്റ് വൺ ആണ് നേഴ്സിംഗ് സൂപ്പർവൈസർ. ഇത്രയും നേരം നമ്മൾ ഡിസ്കസ് ചെയ്തത് നേഴ്സിംഗ് സൂപ്രണ്ടിനെ കുറിച്ചാണ്. ഓക്കെ. നെക്സ്റ്റ് വൺ നേഴ്സിംഗ് സൂപ്പർവൈസർ എന്താണ്? Nursing supervisor is considered as nursing executive and is part of the leadership team and is considered a nursing executive. There is a nursing supervisor available around the clock. Nursing supervisor should always be ready to attend patient either in person or by way of consultation in an on-call capacity. Nourishing superintendent oversees the nursing supervisor. അപ്പോൾ എന്തൊക്കെയാ പറയുന്നത്? നേഴ്സിംഗ് സൂപ്പർവൈസർ എന്ന് പറഞ്ഞാൽ എന്താണ്? നേഴ്സിംഗ് എക്സിക്യൂട്ടീവ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ. ഇനി
അദ്ദേഹത്തിന്റെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്? അദ്ദേഹം എന്താണ് ഒരു ഹോസ്പിറ്റൽസിൽ 24 അവേഴ്സും അറൌണ്ട് ദി ക്ലോക്ക്, അതായത് 24 അവേഴ്സും അദ്ദേഹത്തിന്റെ സേവനം ലഭ്യമായിരിക്കണം. ദെൻ പിന്നെന്താ പറയുന്നത്? ഏത് സമയത്തും പേഷ്യന്റിന് ആവശ്യമായിട്ടുള്ള കെയറും ഇൻസ്ട്രക്ഷൻസും നേരിട്ടോ അതല്ലെങ്കിൽ എന്താണ് കോളിലൂടെയോ നൽകാനായിട്ട് സൂപ്പർവൈസർക്ക് ഉത്തരവാദിത്വമുണ്ട്. ഓക്കെ, അപ്പൊ നഴ്സിംഗ് സൂപ്പർവൈസറിന്റെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്? നഴ്സിംഗ് സൂപ്പർവൈസർ ആണ് നഴ്സിംഗ് എക്സിക്യൂട്ടീവ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. പിന്നെന്തായിരുന്നു? 24 അവേഴ്സും അദ്ദേഹത്തിന്റെ എന്താണ് ആ ഒരു സർവീസ് ആവശ്യമാണ്, ഹോസ്പിറ്റലിന് ആവശ്യമാണ്. അതെങ്ങനെയാകാം? നേരിട്ടോ അല്ലെങ്കിൽ ത്രൂ കോളിലൂടെ എന്താണ് ആവശ്യമായ ഇൻസ്ട്രക്ഷൻസ് പേഷ്യന്റിനോ ആ ഹോസ്പിറ്റലിനോ ആവശ്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് നൽകിയിരിക്കണം. ആൻഡ് ദ ലാസ്റ്റ് വൺ, നഴ്സിംഗ് സൂപ്രണ്ടന്റ്, നഴ്സിംഗ് സൂപ്പർവൈസറെ ഓവർസീ ചെയ്യുന്നത് ആരാണ്? നഴ്സിംഗ് സൂപ്പർവൈസറെ ഓവർസീ ചെയ്യുന്നത് ആരാണ്? അദ്ദേഹത്തിന് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങളൊക്കെ നൽകുന്നത് ആരാണ്? അദ്ദേഹത്തിന് മുകളിലുള്ള ഉദ്യോഗസ്ഥനായിരിക്കും. ഏതാണത്? നഴ്സിംഗ് സൂപ്രണ്ടന്റ്. നഴ്സിംഗ് സൂപ്രണ്ടന്റ് ആണ് നഴ്സിംഗ് സൂപ്പർവൈസറിനെ ഓവർസീ ചെയ്യുന്നത്. ക്ലിയർ ആണോ? നഴ്സിംഗ് സൂപ്പർവൈസർ. ഓക്കെ, ഇനി അദ്ദേഹത്തിന്റെ ഡ്യൂട്ടീസ്. ഇപ്പൊ നമ്മൾ പറഞ്ഞ ഡ്യൂട്ടീസ് അല്ലാതെ വേറെ എന്തെല്ലാം ഡ്യൂട്ടീസ് ഉണ്ടെന്ന് നോക്കാം. ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്: to select, orient, train, assign, schedule, coaching, counseling and discipline employees. Okay, എംപ്ലോയീസിനെ സെലക്ട് ചെയ്യപ്പെടുന്ന എംപ്ലോയീസിന് എന്താണ് അവർക്ക് ആവശ്യമായിട്ടുള്ള ട്രെയിനിങ്ങുകൾ നൽകുക, അവർക്ക് ഡ്യൂട്ടീസ് ഒക്കെ സ്റ്റാഫുകൾക്ക് ഷെഡ്യൂൾ ചെയ്ത് കൊടുക്കുക, അവർക്ക് കൗൺസിലിംഗ് നൽകുക, അഡ്വൈസ് നൽകുക, അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത് ഒരു നഴ്സിംഗ് സൂപ്പർവൈസർ ആണ്. Okay, meet operational standard by donating informations to strategic plans and procedures. അതായത് ഒരു ഹോസ്പിറ്റൽസിന് ഇൻസ്റ്റിറ്റ്യൂഷന്റെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുന്നതിന് ആവശ്യമായിട്ടുള്ള ഡാറ്റാസ് പ്ലാൻസ് എല്ലാം പ്രൊവൈഡ് ചെയ്യേണ്ടതും ഒരു നഴ്സിംഗ് സൂപ്പർവൈസർ ആണ്. ആൻഡ് ദ തേർഡ് വൺ, മെയിൻറ്റെയിൻ നഴ്സിംഗ് പ്രിൻസിപ്പിൾസ് ആൻഡ് റൈറ്റ് നോംസ് ആൻഡ് പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ്. എന്താണ് പോളിസി, റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, നഴ്സിംഗുമായി ബന്ധപ്പെട്ട പ്രിൻസിപ്പിൾസ് എല്ലാം മെയിൻറ്റെയിൻ ചെയ്യേണ്ടതും ഒരു നഴ്സിംഗ് സൂപ്പർവൈസറിന്റെ ഉത്തരവാദിത്വമാണ്. ഐഡന്റിഫൈ പേഷ്യന്റ് സർവീസ് നീഡ്സ് ബൈ എസ്റ്റാബ്ലിഷിംഗ് പേഴ്സണൽ റിലേഷൻഷിപ്പ്. പേഷ്യന്റുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന്റെ ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യുക, അതും ഒരു നഴ്സിംഗ് സൂപ്പർവൈസറിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. പ്രൊവൈഡ് ഇൻഫർമേഷൻ നീഡഡ് ടു പേഷ്യൻസ് ആൻഡ് ഹെൽത്ത് കെയർ ടീം. പേഷ്യന്റിനാണെങ്കിലും അതല്ല ഹെൽത്ത് കെയർ ടീമിനാണെങ്കിലും എന്താണ് ആവശ്യമായിട്ടുള്ള ഇൻഫോർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുക. മെയിൻറ്റെയിൻ ഡോക്യുമെന്റേഷൻ ഓഫ് പേഷ്യന്റ് കെയർ സർവീസ്. പേഷ്യന്റ് കെയർ സർവീസുമായി ബന്ധപ്പെട്ട ഡോക്യുമെന്റ്സുകൾ മെയിൻറ്റെയിൻ ചെയ്യുക. കൺഫേം ഓപ്പറേഷൻ ഓഫ് മെഡിക്കൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് എക്യുപ്മെന്റ് ആൻഡ് വെരിഫൈ എമർജൻസി എക്യുപ്മെന്റ് അവൈലബിലിറ്റി. അഡ്മിനിസ്ട്രേറ്റീവ് എക്യുപ്മെന്റുകൾ, മെഡിക്കൽ എക്യുപ്മെന്റുകൾ, അതേപോലെ തന്നെ എമർജൻസി ആയിട്ടുള്ള എക്യുപ്മെന്റ്സുകൾ അവൈലബിലിറ്റി ഉണ്ട്, അതായത് അവൈലബിൾ ആണോ തുടങ്ങിയ കാര്യങ്ങൾ ഉറപ്പുവരുത്തേണ്ടതും ഒരു നഴ്സിംഗ് സൂപ്പർവൈസർ ആണ്. ക്ലിയർ ആണോ? നഴ്സിംഗ് സൂപ്പർവൈസർ എന്തൊക്കെയാ ഡ്യൂട്ടി? അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി എന്തൊക്കെയാ? സെലക്ട് ചെയ്യപ്പെടുന്ന സ്റ്റാഫുകൾക്ക് ആവശ്യമായിട്ടുള്ള അഡ്വൈസ്, ട്രെയിനിങ്ങുകൾ നൽകുക. പിന്നെന്തായിരുന്നു? ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഇംപ്രൂവ്മെന്റിന് ആവശ്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസും ഡാറ്റാസും അതേപോലെ തന്നെ പ്ലാൻസ് ഒക്കെ എന്താണ് പ്രൊവൈഡ് ചെയ്യുക. ദെൻ നോംസ് ആൻഡ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, അതേപോലെ നഴ്സിംഗ് പ്രിൻസിപ്പിൾസുമായി ബന്ധപ്പെട്ട നോംസുകളെല്ലാം മെയിൻറ്റെയിൻ ചെയ്യുക. പേഷ്യന്റിന്റെ ആവശ്യങ്ങൾ എന്താണെന്ന് തിരിച്ചറിയുക, ഐഡന്റിഫൈ ചെയ്യുക. പേഷ്യന്റിനും അതേപോലെ തന്നെ ഹെൽത്ത് കെയർ ടീമിനും ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുക. പേഷ്യന്റ് കെയറുമായി ബന്ധപ്പെട്ട ഡോക്യുമെന്റുകൾ മെയിൻറ്റെയിൻ ചെയ്യുക. ദെൻ എക്യുപ്മെന്റുകൾ അവൈലബിൾ ആണോ, എമർജൻസി എക്യുപ്മെന്റ്സ് എല്ലാം അവൈലബിൾ ആണോ തുടങ്ങിയ കാര്യങ്ങൾ ഉറപ്പുവരുത്തേണ്ടതും ഒരു നഴ്സിംഗ് സൂപ്പർവൈസർ ആണ്. ദെൻ നഴ്സിംഗ് ഇൻചാർജ്. നഴ്സിംഗ് ഇൻചാർജ്. It is the duty of the nursing in charge to schedule and direct the nursing care in a specific ward or unit during each assigned shift. If there is any problem with the patient, it is the nursing in charge who contact the patient first. If the patient is not satisfied with her this response, ask to speak to the nurse supervisor. Okay, നമ്മൾ നേരത്തെ പഠിച്ചു ഇൻചാർജിന്റെ ഡ്യൂട്ടി എന്താണ്? നഴ്സിംഗ് ഇൻചാർജിന്റെ ഡ്യൂട്ടി എന്തായിരുന്നു? നമ്മൾ പഠിച്ചില്ലേ? നഴ്സിംഗ് ഇൻചാർജ് പ്രിപ്പയർ ചെയ്യുന്ന
എന്താണ് വർക്ക് ഷിഫ്റ്റുമായി ബന്ധപ്പെട്ട ലിസ്റ്റ് കൺഫേം ചെയ്യേണ്ടത് ഒരു നേഴ്സിംഗ് സൂപ്രണ്ടന്റിന്റെ ഡ്യൂട്ടിയാണ്. ഓക്കെ, അപ്പൊ ആ ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നത് ആരാണ്? നേഴ്സിംഗ് ഇൻചാർജ് ആണ്. ക്ലിയർ ആണോ? ഓരോ വാർഡിലെയും അതായത് ഓരോ യൂണിറ്റിലെയും ഷിഫ്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നത്, ആ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് നേഴ്സിംഗ് ഇൻചാർജ് ആയിരിക്കും. ഓക്കെ, ഇനി ഒരു വാർഡുമായി ബന്ധപ്പെട്ട പേഷ്യന്റിന് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ അത് ആദ്യം അവതരിപ്പിക്കേണ്ടത് അല്ലെങ്കിൽ ആദ്യം അതിന് പരിഹാരം കണ്ടെത്തേണ്ടത് ഒരു നേഴ്സിംഗ് ഇൻചാർജ് ആണ്. ഓക്കെ, ഇനി ആ നേഴ്സിംഗ് ഇൻചാർജിന്റെ മറുപടിയിൽ ആ പേഷ്യന്റ് സാറ്റിസ്ഫൈഡ് അല്ല എങ്കിൽ നെക്സ്റ്റ് അദ്ദേഹം പോകേണ്ടത് എങ്ങോട്ടേക്കാ? ആരെയാ മീറ്റ് ചെയ്യേണ്ടത്? ആരെയായിരിക്കും? നേഴ്സിംഗ് ഇൻചാർജിന് മുകളിലുള്ള സൂപ്പർവൈസർ. നേഴ്സിംഗ് സൂപ്പർവൈസറെയാണ് കാണേണ്ടത്. ക്ലിയർ ആണോ? സോ നേഴ്സിംഗ് ഇൻചാർജിന്റെ ഡ്യൂട്ടി എന്താണ്? വാർഡുമായി ബന്ധപ്പെട്ട ഷിഫ്റ്റുകൾ, അതുമായി ബന്ധപ്പെട്ട ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് നേഴ്സിംഗ് ഇൻചാർജ് ആണ്. ഓക്കെ, ഇനി പേഷ്യന്റിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ഫസ്റ്റ് അദ്ദേഹം അത് സോൾവ് ചെയ്യേണ്ടത് നേഴ്സിംഗ് ഇൻചാർജ് ആണ്. നേഴ്സിംഗ് ഇൻചാർജിന്റെ മറുപടിയിൽ ആ പേഷ്യന്റ് സാറ്റിസ്ഫൈഡ് അല്ല എങ്കിൽ നെക്സ്റ്റ് അദ്ദേഹം പോകേണ്ടത് എങ്ങോട്ടേക്കാ? നേഴ്സിംഗ് സൂപ്പർവൈസർ ആണ് ആ പ്രശ്നം പരിഹരിക്കേണ്ടത്. ഇനി അദ്ദേഹത്തിന്റെ നേഴ്സിംഗ് ഇൻചാർജിന്റെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്? ടു സൂപ്പർവൈസ് ആൻഡ് സപ്പോർട്ട് ഓൾ നേഴ്സിംഗ് സ്റ്റാഫ്, വാർഡുമായി ബന്ധപ്പെട്ട എല്ലാ സ്റ്റാഫുകളെയും എന്താണ്? സൂപ്പർവൈസ് ചെയ്യുക. റെസ്പോൺസിബിൾ ഫോർ മെയിൻറ്റെയിനിങ് ഹൈ ലെവൽ പേഷ്യന്റ് സർവീസ്. ഓക്കെ, എന്താണ്? ഹൈ ലെവൽ ഓഫ് പേഷ്യന്റ് കെയർ പ്രൊവൈഡ് ചെയ്യുന്നതിന് ഉത്തരവാദിത്തമുണ്ട്. ടു പ്രിപ്പയർ മന്ത്ലി ഡ്യൂട്ടി റോസ്റ്റർ ആൻഡ് റിപ്പോർട്ട് സൂപ്പർവൈസർ. മന്ത്ലി ഡ്യൂട്ടി റോസ്റ്റർ അതായത് വർക്ക് ഷിഫ്റ്റുമായി ബന്ധപ്പെട്ട ഒരു മാസത്തിലെ വർക്ക് ഷിഫ്റ്റുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ പ്രിപ്പയർ ചെയ്യുകയും അതെന്ത് ചെയ്യുക? സൂപ്പർവൈസറിന് ഹാൻഡ് ഓവർ ചെയ്യുകയും ചെയ്യുക. ടു മെയിൻറ്റെയിൻ വാർഡ് ഓപ്പറേഷൻസ്, വാർഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുക. ടു മെയിൻറ്റെയിൻ മെഡിക്കേഷൻസ് ആൻഡ് നാർക്കോട്ടിക് റിപ്പോർട്ട്സ്, മരുന്നുകൾ, ഡ്രഗ്സുകൾ, ഇതിന്റെയൊക്കെ റിപ്പോർട്ടുകൾ എന്താണ്? കീപ്പ് ചെയ്യുക. ഇതെല്ലാം ഒരു നേഴ്സിംഗ് ഇൻചാർജിന്റെ ഡ്യൂട്ടിയാണ്. ഫസ്റ്റ് വൺ എന്തായിരുന്നു? വാർഡുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന നേഴ്സിംഗ് സ്റ്റാഫുകളെ സൂപ്പർവൈസ് ചെയ്യുക, അവർക്ക് ആവശ്യമായിട്ടുള്ള സപ്പോർട്ടുകൾ നൽകുക. പിന്നെന്തായിരുന്നു? പേഷ്യന്റ് സർവീസുമായി ബന്ധപ്പെട്ട ഹൈ ലെവൽ ഓഫ് കെയർ പ്രൊവൈഡ് ചെയ്യുക. മന്ത്ലി ഡ്യൂട്ടി റോസ്റ്റർ പ്രിപ്പയർ ചെയ്യുകയും അത് സൂപ്പർവൈസറിന് ഹാൻഡ് ഓവർ ചെയ്യുകയും ചെയ്യുക. വാർഡിലെ ഓപ്പറേഷൻസ് എന്താണ്? വാർഡിലെ പ്രവർത്തനങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുക. മരുന്നുമായി ബന്ധപ്പെട്ട ഡോക്യുമെന്റ്സ് എല്ലാം കീപ്പ് ചെയ്യുക. ക്ലിയർ ആണോ? Then staff nurse. Staff nurse, it's the staff nurse who handle the largest segment of healthcare work. Staff nurse must have bachelor degree or diploma from recognized nursing program. They spend a lot of their time providing direct patient care. Staff nurse continuously observe, monitor and assess the progress of each patient. If there is a sudden change in any patient's condition, nurse takes appropriate action such as medications or calling the doctor. Okay. ഇനി എന്താണ്? ഒരു ഹെൽത്ത് കെയർ വർക്കിലെ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ലാർജ് സെഗ്മെന്റ് ഹാൻഡിൽ ചെയ്യുന്നത് സ്റ്റാഫ് നേഴ്സ് ആണ്. ഓക്കെ, ഇപ്പൊ നമ്മൾ സാധാരണ ഹോസ്പിറ്റലിൽ പോയാൽ നമ്മൾ ഏത് നേഴ്സിനെയാ കാണുന്നത്? ഏതാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്? ഏത് നേഴ്സ് ആയിരിക്കും? സ്റ്റാഫ് നേഴ്സ് ആയിരിക്കും. ഓക്കെ, സ്റ്റാഫ് നേഴ്സ് ആണ് ഒരു ഹോസ്പിറ്റലിലെ കൂടുതൽ കാര്യങ്ങളും എന്താണ് ഹാൻഡിൽ ചെയ്യുന്നത് ഒരു സ്റ്റാഫ് നേഴ്സ് ആണ്. ഇനി ഒരു സ്റ്റാഫ് നേഴ്സ് ആകണമെങ്കിൽ എന്തെല്ലാം ക്വാളിഫിക്കേഷൻ വേണം? ബാച്ചിലർ ഡിഗ്രി, ഡിപ്ലോമ. ഓക്കെ, നേഴ്സിംഗ് പ്രോഗ്രാമില് ബാച്ചിലർ ഡിഗ്രിയോ അല്ലെങ്കിൽ ഡിപ്ലോമയോ നേടിയിരിക്കണം. ഇനി ഒരു പേഷ്യന്റിന്റെ ഒപ്പം കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്ന നേഴ്സ് ഏതാ? കൂടുതൽ ടൈം സ്റ്റാഫ് നേഴ്സ് ആണ്. അവരുടെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത് ഒരു സ്റ്റാഫ് നേഴ്സ് ആണ്. സോ ഒരു പേഷ്യന്റിന്റെ കൂടെ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്ന നേഴ്സ് ആണ് സ്റ്റാഫ് നേഴ്സ്. അതേപോലെ തന്നെ ചില കാര്യങ്ങൾ പേഷ്യന്റുമായി ബന്ധപ്പെട്ട് അവരുടെ ഹെൽത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യണം, മോണിറ്റർ ചെയ്യണം. ഓക്കെ, ഓരോ പേഷ്യന്റിന്റെയും പ്രോഗ്രസ് അസസ് ചെയ്യണം. ഇതെല്ലാം അവരുടെ ഡ്യൂട്ടിയാണ്. ഇനി എന്തെങ്കിലും പെട്ടെന്ന് ഒരു പേഷ്യന്റിന് എന്തെങ്കിലും ഒരു എമർജൻസി വന്നാൽ അതിനാവശ്യമായിട്ടുള്ള അപ്രോപ്രിയേറ്റ് ആക്ഷൻസ് എടുക്കാനും ഈ സ്റ്റാഫ് നേഴ്സിന് ഉത്തരവാദിത്വമുണ്ട്. അതായത് മെഡിസിൻസ് നൽകുക, അതല്ലെങ്കിൽ ഡോക്ടറെ കോൾ ചെയ്യുക, ഇത്തരം ഡ്യൂട്ടീസും ഒരു സ്റ്റാഫ് നേഴ്സിൻ്റെതാണ്. ക്ലിയർ ആണോ? സോ ഒരു ഹെൽത്ത് കെയർ വർക്കിൽ ഏറ്റവും കൂടുതൽ ലാർജ് സെഗ്മെന്റ് ഹാൻഡിൽ ചെയ്യുന്നത് സ്റ്റാഫ് നേഴ്സ് ആണ്. ബാച്ചിലർ ഡിഗ്രിയോ അല്ലെങ്കിൽ ഡിപ്ലോമയോ ഉണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ എന്താണ്?
പേഷ്യന്റിന്റെ പ്രോഗ്രസ് എപ്പോഴും അസസ് ചെയ്തിരിക്കണം, ഇവാലുവേറ്റ് ചെയ്തിരിക്കണം. ഇനി എന്തെങ്കിലും ഒരു എമർജൻസി ഉണ്ടായാൽ ഉടൻ തന്നെ അതിനാവശ്യമായിട്ടുള്ള പ്രിക്വേഷൻസ് അല്ലെങ്കിൽ ആക്ഷൻസ് എടുത്തിരിക്കണം. മെഡിസിൻസ് നൽകുക, അതല്ലെങ്കിൽ എന്താണ് ഡോക്ടറെ കോൾ ചെയ്യുക, ഇത്തരം ഡ്യൂട്ടീസും ചെയ്തിരിക്കണം. ഓക്കെ, ദെൻ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്. ഈ ഒരു സ്റ്റാഫ് നേഴ്സിന്റെ ഡ്യൂട്ടി എന്തൊക്കെയാണ്? എസ്റ്റാബ്ലിഷ് പേഴ്സണൽ റിലേഷൻഷിപ്പ് വിത്ത് പേഷ്യന്റ്. എന്താണ്? പേഷ്യന്റുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യുക. എസ്റ്റാബ്ലിഷ് എ സിമ്പത്തറ്റിക് എൻവയോൺമെന്റ് ബൈ പ്രൊവൈഡിങ് ഇമോഷണൽ, സൈക്കോളജിക്കൽ, സ്പിരിച്വൽ സപ്പോർട്ട് ടു പേഷ്യന്റ്, ഫ്രണ്ട്സ്, ഫാമിലീസ്. ഇനി പേഷ്യന്റിനാണെങ്കിലും അതേപോലെ അവരുടെ ഫാമിലി മെമ്പേഴ്സിനാണെങ്കിലും ആവശ്യമായിട്ടുള്ള സപ്പോർട്ട് നൽകുക. അത് ഇമോഷണൽ ആണെങ്കിലും സൈക്കോളജിക്കൽ ആണെങ്കിലും എല്ലാ രീതിയിലുള്ള സപ്പോർട്ട് നൽകുക പേഷ്യന്റിനും പേഷ്യന്റിന്റെ ഫാമിലി മെമ്പേഴ്സിനും. ഓക്കെ, സോൾവ് പേഷ്യൻസ് പ്രോബ്ലം, മെയിൻറ്റെയിൻ സേഫ് ആൻഡ് ക്ലീൻ വർക്കിംഗ് എൻവയോൺമെന്റ്. ഓക്കെ, പേഷ്യന്റുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസുകൾ പരിഹരിക്കുക, അതേപോലെ തന്നെ ആ വർക്കിംഗ് പ്ലേസ് സേഫ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. ഇതെല്ലാം ഒരു സ്റ്റാഫ് നേഴ്സിന്റെ ഡ്യൂട്ടിയാണ്. മെഡിക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് സ്റ്റോറേജ് പ്രൊസീജിയേഴ്സ്. മെഡിസിനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതിന്റെ സ്റ്റോറേജുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഡീല് ചെയ്യുന്നത് ഒരു സ്റ്റാഫ് നേഴ്സ് ആണ്. ഡോക്യുമെന്റ് പേഷ്യന്റ് കെയർ സർവീസ് ബൈ ചാർട്ടിംഗ്. ഇനി ഓരോ പേഷ്യന്റിനും ഒരു ചാർട്ട് ഉണ്ടായിരിക്കും അല്ലെ? ആ ചാർട്ടില് പേഷ്യന്റിന്റെ നേഴ്സിംഗ് കെയറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്താണ് രേഖപ്പെടുത്തുക. അതും സ്റ്റാഫ് നേഴ്സിന്റെ ഡ്യൂട്ടിയാണ്. മെയിൻറ്റെയിൻ പേഷ്യന്റ് കോൺഫിഡൻസ് ആൻഡ് കീപ് ഇൻഫർമേഷൻ കോൺഫിഡൻഷ്യൽ. ഓക്കെ, ഇനി പേഷ്യന്റിന്റെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുകയും പിന്നെ അതോടൊപ്പം തന്നെ ചില സെൻസിറ്റീവ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഉണ്ടായിരിക്കും, അസുഖവുമായി ബന്ധപ്പെട്ട ചില സെൻസിറ്റീവ് ഇൻഫർമേഷൻസ് ഉണ്ടായിരിക്കും, അതിന്റെ കോൺഫിഡൻഷ്യാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്യുക. അത്തരം ഇൻഫർമേഷൻസ് സീക്രട്ട് ആയിട്ട് കീപ്പ് ചെയ്യുക. അതും ഒരു സ്റ്റാഫ് നേഴ്സിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. മെയിൻറ്റെയിൻ ദ ഇൻവെന്ററി ചെക്കിംഗ്. മെഡിസിൻസ് അതേപോലെ മറ്റ് സപ്ലൈസ്, എക്യുപ്മെന്റ്സ്, ഇതൊക്കെ അതിന്റെ സ്റ്റോക്കിങ്, ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം എന്താണ് മേൽനോട്ടം വഹിക്കുക. മെയിൻറ്റെയിൻ പ്രൊഫഷണൽ ആൻഡ് ടെക്നിക്കൽ നോളജ് ബൈ അറ്റൻഡിങ് എഡ്യൂക്കേഷണൽ വർക്ക്ഷോപ്പ്. അതോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞ പോലെ ട്രെയിനിങ് പ്രോഗ്രാംസുകൾ, എഡ്യൂക്കേഷണൽ വർക്ക്ഷോപ്പുകളൊക്കെ അറ്റൻഡ് ചെയ്തുകൊണ്ട് അവരുടെ പ്രൊഫഷണൽ സ്കിൽ എന്താണ് എൻഹാൻസ് ചെയ്യുക. കിട്ടിയോ? സ്റ്റാഫ് നേഴ്സ് എന്താണ്, അവരുടെ ഡ്യൂട്ടി ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാ ഡ്യൂട്ടീസ്? ഫസ്റ്റ് ഡ്യൂട്ടി എന്തായിരുന്നു? പേഷ്യൻസുമായി നല്ലൊരു ബന്ധം ഉണ്ടാക്കുക, നല്ലൊരു റിലേഷൻ. ഓക്കെ, ദെൻ അത് പേഷ്യൻസിന്റെ ഫാമിലീസിന് ആവശ്യമായ സപ്പോർട്ട്, ഫ്രണ്ട്സിന് ആവശ്യമായ സപ്പോർട്ട് കൊടുക്കുക. പേഷ്യന്റിനും അതോടൊപ്പം തന്നെ അവരുടെ ഫാമിലി മെമ്പേഴ്സിനും ആവശ്യമായിട്ടുള്ള സപ്പോർട്ട് നൽകുക. ഓക്കെ, ദെൻ പേഷ്യന്റിന്റെ പ്രോബ്ലംസുകൾ സോൾവ് ചെയ്യുകയും ആ വർക്കിംഗ് പ്ലേസ് സേഫ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്യുക. ഓക്കെ, ദെൻ പിന്നെ എന്താണ്? മെഡിസിൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതിന്റെ സ്റ്റോറേജുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുക. ദെൻ ചാർട്ടില് പേഷ്യന്റിന്റെ നേഴ്സിംഗ് കെയറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ രേഖപ്പെടുത്തുക. പിന്നെന്തായിരുന്നു? പേഷ്യന്റിന്റെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് സീക്രട്ട് ആയിട്ട് കീപ്പ് ചെയ്യുക. ദെൻ മെഡിസിൻസ് അതേപോലെ മെഡിക്കൽ സപ്ലൈസ്, അതല്ലെങ്കിൽ എന്താണ് എക്യുപ്മെന്റ്സുകൾ, ഇതിന്റെ സ്റ്റോക്കിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുക. ദെൻ എഡ്യൂക്കേഷണൽ പ്രോഗ്രാംസുകൾ, വർക്ക്ഷോപ്പുകൾ, ട്രെയിനിങ് പ്രോഗ്രാംസുകളൊക്കെ അറ്റൻഡ് ചെയ്തുകൊണ്ട് അവരുടെ പ്രൊഫഷണൽ സ്കില്ല് എൻഹാൻസ് ചെയ്യുക. ക്ലിയർ ആണോ? ആൻഡ് ദ ലാസ്റ്റ് വൺ ആരാണ്? ലാസ്റ്റ് പൊസിഷനിലുള്ളത് ആരാ? നേഴ്സിംഗ് അസിസ്റ്റന്റ്. അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി എന്താണ് നോക്കിക്കോളൂ. നേഴ്സിംഗ് അസിസ്റ്റന്റ് ഓർ അസിസ്റ്റന്റ് നേഴ്സിംഗ് ഈസ് ഇൻഡിവിജ്വൽ who works under a staff nurse in supportive role under. Assistant have duties like helping patients with their basic needs. They must be completed short-term diploma course of nursing. ഇനി നേഴ്സിംഗ് അസിസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ ആരാണ്? ഒരു സ്റ്റാഫ് നേഴ്സിന് താഴെ വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റാഫാണ് നേഴ്സിംഗ് അസിസ്റ്റന്റ്. ഓക്കെ, അതായത് സ്റ്റാഫ് നേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന സ്റ്റാഫാണ് നേഴ്സിംഗ് അസിസ്റ്റന്റ് എന്ന് പറയുന്നത്. ഇനി എന്തൊക്കെയാണ് അദ്ദേഹത്തിന്റെ ഡ്യൂട്ടീസ്? പേഷ്യന്റിന്റെ ആവശ്യമായിട്ടുള്ള ബേസിക് നീഡുകൾ
മീറ്റ് ചെയ്യുന്നതിന് എന്താണ് പേഷ്യന്റിനെ ഹെൽപ്പ് ചെയ്യുക. അതാണ് ഒരു നേഴ്സിംഗ് അസിസ്റ്റന്റിന്റെ മെയിൻ ഡ്യൂട്ടി ആയിട്ട് വരുന്നത്. അതേപോലെ തന്നെ ഇനി ഒരു നേഴ്സിംഗ് അസിസ്റ്റന്റ് ആവണമെങ്കിൽ വേണ്ട ക്വാളിഫിക്കേഷൻ എന്താ? നേഴ്സിംഗിൽ ഒരു ഷോർട്ട് ടേം ഡിപ്ലോമ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിരിക്കണം. ക്ലിയർ ആണോ? നേഴ്സിംഗിൽ ഒരു ഷോർട്ട് ടേം ഡിപ്ലോമ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിരിക്കണം. ഇനി ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ് ഈ നേഴ്സിംഗ് അസിസ്റ്റന്റിന്റെ ഡ്യൂട്ടീസ് നോക്കിക്കോളൂ. ഹെൽപ്പ് പേഷ്യൻസ് യൂസ് ദി ബാത്റൂം. ഓക്കെ, ബാത്റൂം യൂസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുക. ക്ലീൻ ആൻഡ് ബേത്ത് പേഷ്യൻസിന് എന്താണ് ക്ലീൻ ചെയ്യിപ്പിക്കുക, ബേത്ത് ചെയ്യിപ്പിക്കുക. മെയിൻറ്റെയിൻ പേഷ്യൻസ് ഹൈജീൻ ആൻഡ് ചേഞ്ച് ബെഡിങ്. ഓക്കെ, അതായത് ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കേണ്ടത് ഒരു നേഴ്സിംഗ് അസിസ്റ്റന്റ് ആണ്. ഓക്കെ, അതായത് പേഷ്യന്റിനെ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യുക, ബെഡ്ഷീറ്റ് ഒക്കെ ചേഞ്ച് ചെയ്യുക. ടേൺ റീപൊസിഷൻ ആൻഡ് മൂവ് പേഷ്യൻസ് ബിറ്റ്വീൻ വീൽ ചെയർ സീറ്റ്സ് ആൻഡ് ബെഡ് അതേപോലെ വീൽ ചെയറിൽ നിന്നൊക്കെ മൂവ് ചെയ്യിപ്പിക്കുക, മാറ്റിയിരുത്തുക. അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യിക്കേണ്ടതും ആരാണ്? ഒരു നേഴ്സിംഗ് അസിസ്റ്റന്റ് ആണ്. സെർവ് മീൽസ് ആൻഡ് ഹെൽപ്പ് പേഷ്യന്റ് ടേക്ക് ദിയർ ഫുഡ്. ഇനി അവർക്ക് ഫുഡ് എന്താണ് സെർവ് ചെയ്യുക, ഫുഡ് കഴിക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ഹെൽപ്പ് ചെയ്യുക. മെഷർ വൈറ്റൽ സൈൻസ് സച്ച് ആസ് ബ്ലഡ് പ്രഷർ, ടെമ്പറേച്ചർ ആൻഡ് റിപ്പോർട്ട് ടു RN. ഇനി അതോടൊപ്പം തന്നെ പേഷ്യന്റിന്റെ സൈൻസ് എന്താണ് ചെക്ക് ചെയ്യുക, അതായത് ബ്ലഡ് പ്രഷർ, ടെമ്പറേച്ചർ ഇത്തരം കാര്യങ്ങൾ മെഷർ ചെയ്യുകയും അതിന്റെ റിപ്പോർട്ട് രജിസ്റ്റേർഡ് നേഴ്സിന് RN രജിസ്റ്റേർഡ് നേഴ്സിന് ഹാൻഡ് ഓവർ ചെയ്യുകയും ചെയ്യുക. അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് ഒരു നേഴ്സിംഗ് അസിസ്റ്റന്റിന്റെ ഡ്യൂട്ടി ആയിട്ട് വരുന്നത്. ക്ലിയർ ആണോ? സോ ഇതോടുകൂടി എന്താണ് ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സോ നേഴ്സിംഗ് അസിസ്റ്റന്റിന്റെ മെയിൻ ഡ്യൂട്ടി എന്താ? ഒരു പേഷ്യന്റിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ ഹെൽപ്പ് ചെയ്യുക, ബേസിക് നീഡ്സുകൾ മീറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുക. സോ നേഴ്സിംഗ് ഹൈറാർക്കിയിൽ ആരൊക്കെയാ വരുന്നത്? ഫസ്റ്റ് പൊസിഷനിൽ ആരാ? Nursing director. Then Nursing superintendent. Okay. Then Nursing supervisor. നേഴ്സിംഗ് ഇൻചാർജ്, അതിനുശേഷം സ്റ്റാഫ് നേഴ്സ് വരുന്നുണ്ട്, നേഴ്സിംഗ് അസിസ്റ്റന്റ് വരുന്നുണ്ട്. എന്താണ് ബയോമെഡിക്കൽ വേസ്റ്റ് MCQ ചെയ്യാൻ പറ്റുന്നില്ല എന്നാണോ പറഞ്ഞത്? മിസ് ഇന്നലെ നമ്മള് മോക്ക് ടെസ്റ്റ് തന്നിട്ടുണ്ടായിരുന്നല്ലോ, അതില് ചെയ്യാം ആദ്യം കുറെ പെർമിഷന്റെ ഇത് ചോദിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ക്വസ്റ്റ്യൻസ് എല്ലാം ആൻസർ ചെയ്യുമ്പോൾ തെറ്റായിട്ട് കാണിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ആണോ? ടെക്നിക്കൽ ഇഷ്യൂ ആയിരിക്കും. ഇന്ന് നോക്കിയായിരുന്നോ? ഇന്ന് ഓപ്പൺ ചെയ്തില്ല മാം, ക്ലാസ് കഴിഞ്ഞിട്ടാണ്. നോക്കട്ടോ. ശരിയാവുന്നില്ല, അത് അങ്ങനെ തന്നെ കാണിക്കുന്നത്. അങ്ങനെ തന്നെയാണോ? അങ്ങനെ തന്നെ പറഞ്ഞേക്കാട്ടോ, ടെക്നിക്കൽ ഇഷ്യൂ ആയിരിക്കും എന്തെങ്കിലും. നോക്കാട്ടോ. സോ ഇന്നും അങ്ങനെ തന്നെയാണ്. ഓക്കെ. സോ ഫസ്റ്റ് പൊസിഷനിലാണ് നേഴ്സിംഗ് ഡയറക്ടർ. ഓക്കെ, അപ്പൊ നേഴ്സിംഗ് ഡയറക്ടറിന്റെ മെയിൻ ഡ്യൂട്ടി എന്താണ്? ആ ഹോസ്പിറ്റൽസിലെ എല്ലാ സ്റ്റാഫുകളെയും ഡയറക്ട് ചെയ്യുക. ദെൻ ഡിപ്പാർട്ട്മെന്റ് വൈസ് ഉള്ള കാര്യങ്ങളൊക്കെ ഡയറക്ട് ചെയ്യുന്നത് ആരാ? നഴ്സിംഗ് സൂപ്രണ്ടന്റ്. നേഴ്സിംഗ് സൂപ്രണ്ടന്റ് ആണ്. ഓക്കെ, ഇനി വർക്ക് ഷിഫ്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഷെഡ്യൂൾ ചെയ്യുന്നത് ആരാണ്? നഴ്സിംഗ് സൂപ്പർവൈസർ. നഴ്സിംഗ് ഇൻചാർജ്. വാർഡിലെ അത്തരം കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നത് നഴ്സിംഗ് ഇൻചാർജ് ആണ്. ഓക്കെ, ഡിപ്പാർട്ട്മെന്റ് വൈസ് ആണെങ്കിൽ എന്താണ്? നഴ്സിംഗ് സൂപ്രണ്ടന്റ് ആണ്. ഓക്കെ, ദെൻ ഒരു കൂടുതൽ ടൈമും, അതായത് ലാർജ് സെഗ്മെന്റ് ഡീൽ ചെയ്യുന്നത് ഏത് നേഴ്സാ? കൂടുതൽ കാര്യങ്ങള് സ്റ്റാഫ് നേഴ്സ്. ഓക്കെ, സ്റ്റാഫ് നേഴ്സ് ആണ്. ഇനി പേഷ്യന്റിന്റെ ബേസിക് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിൽ എന്താണ് സഹായിക്കുന്ന നേഴ്സ് ഏതാ? ഓക്കെ, നേഴ്സിംഗ് അസിസ്റ്റന്റ്. അതിന്റെ എല്ലാ ഡ്യൂട്ടീസും എന്താണ് വായിച്ചു നോക്കുക, മാറിപ്പോകാതെ. ഓക്കെ, മാറിപ്പോകാൻ ചാൻസ് ഉണ്ട്, അപ്പൊ നല്ല രീതിയിൽ പഠിക്കാം. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് മെഡിക്കൽ ടെർമിനോളജിയാണ് എടുക്കുന്നത്. ഇതിന്റെ MCQ ഞാൻ ഇന്ന് തന്നെ അയച്ചേക്കാം കേട്ടോ. മറ്റേത് പറഞ്ഞേക്കാം, ടെക്നിക്കൽ ഇഷ്യൂ ആയിരിക്കാം, ഞാനത് പറഞ്ഞേക്കാം കേട്ടോ. സോ ഞാൻ ക്ലാസ് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ ഇതില്? വായിച്ചു നോക്കാം കേട്ടോ. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ ചോദിക്കാം. ഓക്കെ മാം, നെക്സ്റ്റ് പോർഷൻ ഏതാ എടുക്കുന്നത്? മെഡിക്കൽ ടെർമിനോളജി, മെഡിക്കൽ ടേംസ്. ഓക്കെ, സോ ഞാൻ ക്ലാസ് വൈൻഡപ്പ് ചെയ്തോട്ടെ?
ഓക്കെ മാം താങ്ക് യു. Okay, bye.